ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള നിങ്ങളെ, നമ്മുടെ പരിപാടി ആരംഭിക്കാൻ പോവുകയാണ്. ദുആ ചെയ്യാൻ വേണ്ടി നമ്മുടെ മഹല്ലിൽ ശ്രദ്ധിക്കും ബഹുമാനപ്പെട്ട ബഷീർ സഹീദ് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അൽ-ഫാത്തിഹ. الحمدلله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أوصل اللهم ثواب ما قرأناه من القرآن العظيم إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى حضرات آبائه وإخوانه وأزواجه وأهل بيته وخدمه يا رب العالمين وإلى حضرات ساداتنا أصحابه البدريين والمهديين وسائر الصحابة والقرابة كلهم أجمعين وإلى حضرات جميع الأنبياء والأولياء والعلماء والشهداء والزهاد والصديقين والصالحين خاصة إلى حضرات علماء الأنبات من جمعيتنا وسادات الأنبات من جمعيتنا وخدماء الأنبات من جمعيتنا يا رب العالمين. اللهم أعل درجاتهم عندك وفي الجنة يا رب العالمين. اللهم بحقوقهم اجعلنا وأغلنا من عبادك الصالحين ورضاك الطالبين وإلى جنات الفردوس واصفرين. اللهم أحسن عاقبتنا في الأمور كلها وأجرنا من خزي الدنيا وعذاب الآخرة. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. اللهم وفقنا في رمضان للصيام والقيام وتلاوة القرآن وسائر الخيرات التي ترضى بها عنا يا رب العالمين. اللهم بارك في مجلسنا هذا بركة تامة يا رب العالمين. أوصل اللهم ثواب ما قرأناه من القرآن العظيم إلى حضرات من ماتوا من أقربائنا وإلى حضرات من ماتوا من أساتذتنا. اللهم اجعلنا وإياهم من أهل السعادة ولا تجعلنا ولا إياهم من أهل الشقاوة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. واغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمن تعلقوا بنا ولجميع المؤمنين والمؤمنات. آمين برحمتك يا أرحم الراحمين. صلى الله على خير خلق سيدنا محمد. ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള സഹോദരിമാരെ, സഹോദരങ്ങളെ, ഈ മഹത്തായ പരിപാടിയിലേക്ക് ആത്മീയമായ സദസ്സിലേക്ക് കയറി വന്ന ദീനി സ്നേഹികളായ എല്ലാവരും
അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹിക്കുന്ന പ്രതിഫലം നൽകുമാറാവട്ടെ. വിശുദ്ധമുള്ള ബദരീങ്ങളെ സ്മരിക്കുകയും അവരുടെ അവതാരങ്ങൾ ചരിത്രവും വാഴ്ത്തുകയും ചെയ്യുന്ന ഈ വേളയിൽ പരിശുദ്ധ റമദാൻ മാസം ആഗതമായ ഈ സമയത്ത് ഇത്തരത്തിലുള്ള ഒരു പരിപാടി ആസൂത്രണം ചെയ്യാൻ സാധിച്ചതിന് വളരെ വലിയ യജ്ഞതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സ് ആത്മീയമായ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. മജ്‌ലിസ് നൂറിന്റെ 5ാമത്തെ വാർഷികമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മുഅ്മിനീങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ അതിമഹത്തായ ഒരു പരിപാടി പഴയലക്കിടി സുന്നി യുവജന സംഘവും സമസ്ത കേരള സുന്നി ഫെഡറേഷനും ചേർന്നുകൊണ്ട് നടത്തപ്പെടുന്ന ഈ മജ്‌ലിസ് നൂർ 5ാം വാർഷികം ഇന്ന് ഇവിടെ നടക്കുകയാണ്. ഈ മഹത്തായ പരിപാടിയിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട സുന്നി യുവജന സംഘത്തിൻ്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദ് സുഹൈബ് തങ്ങളാണ്. അദ്ദേഹത്തിന് ഈ വേദിയിൽ സ്വാഗതം അറിയിക്കുകയാണ്. അതുപോലെ ഈ സദസ്സിൽ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട SYSന്റെ ഉപാധ്യക്ഷനും സംസ്ഥാന ഉപാധ്യക്ഷനും നമ്മുടെ നാടിൻ്റെ മഹൽ പ്രസിഡന്റുമായ അതിലുപരി നമ്മുടെ നാടിൻ്റെ എല്ലാമായ ബഹുമാനപ്പെട്ട PK എംപിച്ചോയ തങ്ങളാണ്. അദ്ദേഹത്തിന് ഈ വേദിയിൽ സ്വാഗതം അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ വേദിയിൽ പ്രത്യേകം ആമുഖ പ്രഭാഷണം നടത്തുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ മഹൽ ഖത്തീബ് ബഷീർ അസ്കരി അവരുകളാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ സദസ്സിൽ സ്വാഗതം അറിയിക്കുന്നു. മുഖ്യപ്രഭാഷണം നടത്തുന്ന ബഹുമാനപ്പെട്ട റഹ്മത്തുള്ള കാസിമി മുത്തേടത്തിനെയും ഈ സദസ്സിൽ സ്വാഗതം അറിയിക്കട്ടെ. വികായ കുട്ടികൾക്ക് ഉപഹാരം നൽകാൻ വേണ്ടി ബഹുമാനപ്പെട്ട പഴയലക്കിടി മഹല് ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട PAC കുട്ടി ഹാജി അവരുകളെയും ഈ സദസ്സിൽ സ്വാഗതം അറിയിക്കുന്നു. നമ്മുടെ ഈ മഹത്തായ 5ാം വാർഷികം മജ്‌ലിസ് നൂറിന് നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് ഉബൈദുള്ള തങ്ങളാണ്. അദ്ദേഹത്തെയും അതുപോലെ മജ്‌ലിസ് നൂറിന്റെ അമീറായ ബഹുമാനപ്പെട്ട മുത്തുക്കോയ തങ്ങളെയും പഴയലക്കിടി SYSന്റെ വർക്കിംഗ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഉവൈസ് തങ്ങളെയും SMFന്റെ പ്രവർത്തകനായ അസ്കർ സാഹിബിനെയും ഈ സദസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ പരിപാടിക്ക് ഇതിന്റെ നിയന്ത്രണം ഏറ്റെടുത്തത് ബഹുമാനപ്പെട്ട അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട സുഹൈബ് തങ്ങളെ സാദരം ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനപ്പെട്ട ഏറെ തിരക്കുകൾക്കിടയിലും നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള നമുക്കേറെ ബഹുമാനനായ ഉസ്താദ് റഹ്മത്തുള്ളാഹി അലൈഹി അവരുകളെ, വേദിയിൽ ഉപവിഷ്ടരായ സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ സംസ്ഥാന സെക്രട്ടറി കുട്ടി ഹാജി അവരുകളെ,
ബഷീർ അസഹരി അവകളെ, മറ്റു വേദിയിലും സദസ്സിലുമൊക്കെ ഇരിക്കുന്ന ബഹുമാന്യരായ സാദാത്തുക്കളെ, നമുക്ക് സ്വാഗതം പറഞ്ഞ SYS ശാഖയുടെ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി യൂസഫ് സാഹിബ്, SYSൻ്റെയും SKSSFൻ്റെയും കർമ്മനിരതരായ ഏറെ പ്രിയങ്കരായ നേതാക്കളെ, പ്രവർത്തകരെ, ഹിദായത്തുൽ ഇസ്ലാം മഹല്ല് ജമാഅത്തിൻ്റെ അഭിനന്ദരായ ഭാരവാഹികളെ, അതിൻ്റെ മെമ്പർമാരെ, അതുപോലെ തന്നെ ഈ മഹത്തായ ഈ മജ്‌ലിസിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള, അതിൻ്റെയൊക്കെ പുണ്യം കരസ്ഥമാക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യരായ കാരണവന്മാരെ, നാട്ടുകാരെ, സഹോദരി സഹോദരങ്ങളെ, യുവാക്കളെ, വിദ്യാർത്ഥിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട മജ്‌ലിസ് നൂറിൻ്റെ മാസം തോറും നടത്തി വരാറുള്ള മജ്‌ലിസ് നൂറിൻ്റെ 5ാം വാർഷികത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. അതിൻ്റെ ഒരു മഹത്തായ പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാടിന് ഗുണകരമാകുവാൻ വേണ്ടി, നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഗുണകരമാകുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട ബദരീങ്ങളുടെ മഹത്വമൊക്കെ അതൊന്നും മറന്നു പോകാതിരിക്കാൻ, അതൊക്കെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി ഇവിടെ കഴിയും വിധത്തിലുള്ള ഒരു സാഹചര്യം സംവിധാനവും SYSൻ്റെ എളിയ പ്രവർത്തകരായ ഞങ്ങൾ ചെയ്തിരിക്കുകയാണ്. ആദ്യമായി തന്നെ പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ വിശാല മനസ്സോടുകൂടി അതെല്ലാം നിങ്ങൾ ക്ഷമിച്ചുകൊണ്ട് നമ്മുടെ ഈ ബഹുമാനപ്പെട്ട പരിപാടിയോട് സഹകരിക്കണമെന്ന് ആദ്യമായി നിങ്ങളെല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ ചേർന്നതിനെയും അതുപോലെ തന്നെ കൂടിയിരിക്കുന്നതിനെയും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ എല്ലാവരെയും ഇതുപോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ഇതിനൊക്കെ വേണ്ടി ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ സദഖകൾ, അവരൊക്കെ ചെയ്ത ഒരുപാട് ആളുകൾ ശാരീരികമായി സേവനം ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ സാമ്പത്തികമായി സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എന്ത് ഉദ്ദേശം വെച്ചാണ് അവരുടെയൊക്കെ ഉദ്ദേശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നവനാണ്. ആ ഉദ്ദേശങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി കൊടുക്കട്ടെ. ഹലാലായ ഉദ്ദേശങ്ങൾ, പലരും പലവിധ ഉദ്ദേശങ്ങളുണ്ട്, പലവിധ പ്രയാസങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ച് കൊടുക്കട്ടെ. റഹ്മത്തും ബറക്കത്തും അവരുടെയൊക്കെ ജീവിതത്തിൽ ഒരുമിച്ച് കൊടുക്കട്ടെ. കൂടുതലായി സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട നമ്മുടെ ഉദ്ഘാടകൻ സയ്യിദ് PK കുച്ചിക്കോയത്തങ്ങൾ ഒരല്പസമയത്തിനുള്ളിലൂടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദ് ഒരുപാട് പ്രയാസങ്ങൾക്കിടയിലും നാളെ രാവിലെ അദ്ദേഹത്തിൻ്റെ പരിപാടി ആ പ്രയാസങ്ങൾക്കിടയിലൂടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആദ്യം തന്നെ നമുക്ക് ഉസ്താദിൻ്റെ നസീഹത്തിലേക്ക് കടന്നുകൊണ്ട് ബാക്കി നമ്മുടെ മജ്‌ലിസ് നൂറും മറ്റ് പരിപാടികളൊക്കെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൂടിക്കൊണ്ടു അതിന് ചീരിനെയൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ആ ചീരിനെയൊക്കെ വാങ്ങി നമുക്ക് റാഹത്തായി പിരിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദിനെ നമുക്ക് നസീഹത്ത് നൽകുവാൻ വേണ്ടി ആദരപൂർവ്വം നമ്മുടെ SYSൻ്റെ സംഘടനയ്ക്ക് വേണ്ടിയും നമുക്ക് എല്ലാവർക്കും വേണ്ടിയും ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيد المرسلين شفيع المذنبين إمام المتقين رسول رب العالمين وعلى آله وصحبه أجمعين. فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. بسم الله عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. ولا حول ولا قوة إلا بالله العلي العظيم.
رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. بحق أعوذ بالله من الشيطان الرجيم. قد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. وبحق إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. صلى الله عليه وعلى آله وصحبه وسلم تسليما. سبحان ربك رب العزة عما يصفون السلام على المرسلين والحمد لله رب العالمين. ബഹുമാനമുള്ള അധ്യക്ഷരെ, ഉദ്ഘാടകരായ സയ്യിദ് അവർകളെ, സാദാത്തുക്കളെ, ഉലമാക്കളെ, ബഹുമാനികളായ യുവ സഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ, സഹോദരിമാരെ, അല്ലാഹു തആല ഇതൊരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. മുത്തഖീങ്ങളിലും സ്വാലിഹീങ്ങളിലും അല്ലാഹു തആല നമ്മെ ചേർത്ത് തരട്ടെ. ഈ മജ്ലിസ് അല്ലാഹു പൊരുത്തപ്പെട്ട മജ്ലിസാക്കി തരട്ടെ. എമ്പാടും ഖൈറായ കാര്യങ്ങൾ നേടാനും മനസ്സിലാക്കാനും ജീവിതത്തെ വിശ്വാസപരമായും കർമ്മപരമായും ശുദ്ധീകരിക്കാനും ഈ മജ്ലിസിൽ നിന്ന് അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച സാദാത്തുക്കൾക്കും ഉലമാക്കൾക്കും ഉമറാക്കൾ, യുവാക്കൾ എല്ലാവർക്കും ദുനിയാവിലെ വിജയവും ആഖിറത്തിലെ വിജയവും അല്ലാഹു തആല തുറന്നു തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പൊരുത്തപ്പെട്ട അടിമകളിലും നമ്മെ ചേർത്ത് തരട്ടെ. ആമീൻ റഹ്മതിക യാ അർഹമർ റഹീം. ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, മജ്ലിസ് നൂറിന്റെ വാർഷികവുമായി ബന്ധപ്പെട്ട്, 5ാം വാർഷികവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ആമുഖം എന്ന നിലയിൽ നടത്തുന്ന ഒരു പ്രഭാഷണമാണിത്. നിങ്ങൾ ഗൗരവമായി ഇത് ചിന്തിക്കണം എന്ന് താഴ്മയായി നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. മഹത്തുക്കളെ അനുസ്മരിക്കുന്നതിൽ ഏറെ മുന്നിലാണ്. അനുസ്മരിക്കുക എന്നത് അഹ്ലുസുന്നയുടെ ഒരു ജീവനായ ഒരു നട്ടലാണ്. അഹ്ലുസുന്നയും അഹ്ലുസുന്ന അല്ലാത്തവരും തമ്മിലുള്ള പ്രമുഖമായ വ്യത്യാസം തന്നെ മൈക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി മോനെ. അഹ്ലുസുന്നയും അഹ്ലുസുന്ന അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം തന്നെ പരിശുദ്ധ ഖുർആനിലെ അക്ഷരങ്ങളിലുള്ള അഭിപ്രായക്കേടോ ഹർക്കത്തുകളിലുള്ള അഭിപ്രായക്കേടോ നിസ്കാരത്തിന്റെ കാര്യത്തിലും അതിലെ ഓത്തിൽ പാരായണത്തിലുള്ള അഭിപ്രായക്കേടോ അല്ല. അങ്ങനെ ഒന്നില്ല. എന്നാൽ പിന്നെ എന്തുകൊണ്ടാണ് അഹ്ലുസുന്നയും അഹ്ലുസുന്ന അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം? ആ വ്യത്യാസത്തെ നമ്മൾ ഗൗരവമായി പിടിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രമുഖമായ യാഥാർത്ഥ്യം ഞാൻ ഈ സൂചിപ്പിച്ചതാണ്.
അഹ്ലുസുന്നയുടെ ആളുകൾ. ഇന്ത്യയിൽ അറബ് രാജ്യങ്ങളിൽ, അല്ലാത്ത പ്രദേശങ്ങളിൽ, ഈജിപ്തിൽ, സുഡാനിൽ, മൊറോക്കോയിൽ, ടുണീഷ്യയിൽ, ഇങ്ങനെ ലോകത്തിന്റെ നാനാഭാഗത്ത് അഹ്ലുസുന്ന അഥവാ മുസ്ലിങ്ങൾ അവരാണ് ഇസ്ലാമിക സമാജത്തിന്റെ 90% ആളുകളും വൻകിടങ്ങളിൽ അഖിലവും നിറഞ്ഞു കിടക്കുന്ന അഹ്ലുസുന്നയുടെ ആളുകളാണ്. അവർ എപ്പോഴും മഹത്തുക്കളെ അനുസ്മരിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ മഹത്തുക്കളിൽ ഏറ്റവും മുമ്പന്തിയുള്ളവരാണ് അമ്പിയാ കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ബദരീങ്ങൾ. ബദരീങ്ങളുടെ അസ്മായിൽ പ്രത്യേകമായ ഇജാസത്ത് കൊടുക്കുന്ന ശൈഖുമാർ, അഹ്ലുസുന്നയുടെ ഉലമാക്കൾ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. എന്നല്ല, നമ്മുടെ രാജ്യത്തെക്കാൾ കൂടുതൽ നമ്മുടെ രാജ്യത്തിന് പുറത്തുള്ള മുസ്ലിം രാജ്യങ്ങളിൽ ഉള്ളതായി എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെ എമ്പാടുണ്ടായിരുന്നു. ഇപ്പോൾ മെല്ലെ മെല്ലെ അവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇന്ത്യക്ക് വെളിയിൽ, കേരളത്തിന് വെളിയിൽ, ഇന്ത്യക്ക് വെളിയിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട മദ്ഹബിലും ഹഖായ മസ്ലക്കുകളിലും മാർഗങ്ങളിലും പെട്ട ഉലമാക്കൾ കാബറൻ ഹക്കാബിനി തലമുറകളായി ദിവസവും ഒരു തവണയെങ്കിലും അസ്മാഉൽ പാരായണം ചെയ്യുന്ന പതിവുള്ളവരും അതിൽ പ്രത്യേകം സമ്മതം കൊടുക്കുന്നവരുമാണ്. പ്രത്യേക സമ്മതം എന്ന് പറയുമ്പോൾ ഒരു അമലിന് പ്രത്യേകം സമ്മതം ഉണ്ടായി ചെയ്യുക എന്നത് ഏറെ ഫലവത്താണ്. അമലുകൾ എല്ലാവർക്കും ചെയ്യാനുള്ളതല്ലേ? അതെ, അതിനൊന്നും തർക്കമില്ല. പക്ഷേ ചില അമലുകൾക്ക് പുണ്യ മുഹമ്മദ് മുസ്തഫ തങ്ങളിൽ നിന്ന് യഖ്ലത്തിലോ മനാമിലോ നേരിട്ട് സമ്മതം കിട്ടിയ ആളുകൾ ജീവിതകാലത്തും പിന്നീടുള്ള കാലത്തും ഉണ്ടായിട്ടുണ്ട്. അവർ അത് പുലർത്തിപ്പോരുകയും അവരിൽ നിന്ന് പിൻഗാമികൾ പകർത്തുകയും ചെയ്യുന്ന ഒരു ശൈലിയാണ് ബഹുമാനപ്പെട്ട ബദരിയത്തുൽ ഹംസയിലൊക്കെ പറയുന്ന ലകിൻ ബിശർത്തിൽ ഇദ്നി മിൻ അദ്ബാബിഹ എന്നൊരു വാക്ക് ബദരിയത്തുൽ ഹംസയിൽ ഉണ്ട്. ലകിൻ ബിശർത്തിൽ ഇദ്നി മിൻ അദ്ബാബിഹ ബദരീങ്ങളുടെ ഇസ്മാണെങ്കിലും ബദർ മൗലിദാണെങ്കിലും ബന്ധപ്പെട്ട പല കാര്യങ്ങളാണെങ്കിലും ഇനി ബദരീങ്ങളുടെ അസ്മാ മാത്രമല്ല, അസ്മാഉല്ലാഹ്, അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിന്റെ ഇസ്മുകൾ, വഅസ്മാഉൻ നബിയിൽ മുസ്തഫ, ഹബീബാൻ നബിയുടെ ഇസ്മുകൾ എന്നിവയും സ്വലാത്താണ്. ആ വിവിധങ്ങളായ സ്വലാത്തുകൾ ദലായിലുകളാൽ എങ്ങനെ ഷാദുൽ മസ്ലക്കിൽപ്പെട്ട ഒരു മഹാനാണ് എനിക്ക് ഷാദുൽ മസ്ലക്കിൽപ്പെട്ട ഒരു മഹാനാണ് ദലായിലുൽ ഖൈറാത്തിന്റെ സമ്മതം ഞാൻ വാങ്ങിയിട്ടുള്ളത്. എന്താണ് ദലായിലുൽ ഖൈറാത്ത്? അത് ബഹുമാനപ്പെട്ട സുലൈമാൻ യസൂലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകമായ ഒരു രചനയാണ്. അതിൽ അത്ഭുതകരമായ നേട്ടങ്ങളുണ്ട്. ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് അത്ഭുതങ്ങൾ ഈ ചൊല്ലുന്ന ആളുകളിൽ ഉണ്ടായതായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെല്ലാം സമ്മതം കൊടുത്തുകൊണ്ടിരിക്കും ശരിക്കുമാർ. അവർക്ക് അവരുടെ പിതാവിൽ നിന്നോ അല്ലെങ്കിൽ ഉസ്താദിൽ നിന്നോ സമ്മതം ലഭിക്കും. ഇതെല്ലാം അഹ്ലുസുന്നയുടെ രീതി. എന്തിനും ഒന്ന് സമ്മതം വാങ്ങിച്ചിരുന്നു. അപ്പോൾ ഒന്നുമല്ലാത്ത ചില ഔറാദിന്റെ ഖിദ്മത്ത്, സ്വലാത്തിന്റെ ഖിദ്മത്ത് ചെയ്യുന്ന എന്നെ പോലുള്ള സാധാരണക്കാരായ ആളുകളെ പോലും പലപ്പോഴും ചില ആളുകൾ സമീപിക്കും. ആ വിഷയത്തിൽ സമ്മതം ഉസ്താദിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ തന്നെ നമ്മളത് അമല് സ്വീകരിക്കുമ്പോൾ അല്ലെങ്കിൽ സലാത്തുകളാണെങ്കിലും അല്ലെങ്കിൽ എല്ലാത്തരം
എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ? എന്തിനാണ് മഹാന്മാരെ അനുസ്മരിക്കുന്നത്? എന്താണ് പരിശുദ്ധ ഖുർആനിന്റെ ഖിയാമിന്റെ റൂഹാണ് മഹാന്മാർ. പരിശുദ്ധ ഖുർആനിന്റെ ഖിയാം, അതിന്റെ ഖിയാം എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രയോഗവൽക്കരണം, അങ്ങനെയാണ് കാര്യവൽക്കരണം. പരിശുദ്ധ ഖുർആനിന്റെ പ്രയോഗവൽക്കരണത്തിന്റെ ആത്മാവാണ് മഹാന്മാർ. ഇല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനിന്റെ പ്രയോഗവൽക്കരണം ഇല്ല. വളരെ പരിശുദ്ധ ഖുർആനിന്റെ പ്രയോഗവൽക്കരണത്തിന്റെ ആത്മാവ് അത് മഹാന്മാരാണ്. ലോകത്തെ ഏറ്റവും വലിയ ഒരു മഹാനാണ് പരിശുദ്ധ ഖുർആൻ കിട്ടിയത്. പുണ്യ മുഹമ്മദ് നല്ല ഉഷാറിരിക്കണം, നല്ല റാഹത്തിൽ ഉഷാറിരിക്കണം. അപ്പോഴേ മനസ്സിലാവും ലോകത്തെ മഹത്വങ്ങളുടെ നേതാവാണ് പുണ്യ മുഹമ്മദ് മുസ്തഫ. ഈ മനുഷ്യനാണ് ഖുർആൻ കിട്ടിയത്. ഖുർആനിലല്ല ആദ്യം വന്നത് ഈ മനുഷ്യനാണ്, പുണ്യ മുഹമ്മദ് മുസ്തഫ. ഈ മനുഷ്യൻ ഭൂമിയിൽ വന്നിട്ട് 40 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഭൂമിയിൽ ഖുർആൻ വരുന്നത്. എന്തിനാണ് മനുഷ്യൻ ഭൂമിയിൽ വന്നത്? പരിശുദ്ധ ഖുർആനിന്റെ പ്രയോഗവൽക്കരണത്തിന്റെ എക്സ്പ്ലനേഷൻ അതാണ് മുഹമ്മദ്, പുണ്യ മുഹമ്മദ്. നല്ല കയറി വന്നാലേ എളുപ്പത്തിൽ മനസ്സിലാവും. ഞാൻ ഓടിച്ചു ചിന്തിക്കണം. പരിശുദ്ധ ഖുർആനിന്റെ പ്രയോഗവൽക്കരണത്തിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഇതാണ് മുഹമ്മദ്. വചനങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു ജനത ഖുർആനിനെ കണ്ടു. പക്ഷേ ആ ജനതക്ക് ഖുർആനെന്ന് അറിയില്ല. പരിശുദ്ധ ഖുർആനിന്റെ പരിശുദ്ധ ഖുർആനിന്റെ പ്രയോഗവൽക്കരണം ഒരു ജനത കണ്ടു. ഖുർആൻ വരുന്നതിന് മുമ്പേ ആ ജനതയ്ക്ക് ഇത് ഖുർആനാണെന്ന് അറിയില്ല. വചനങ്ങൾ കണ്ടപ്പോൾ വ്യക്തമായി ഇത് ഖുർആനായിരുന്നു. അപ്പോൾ ഖുർആൻ 2 നിലക്കാണ് ഭൂമിയിൽ വന്നിട്ടുള്ളത്. എങ്ങനെ? പ്രയോഗവൽക്കരണത്തിന്റെ ഖുർആനും വചനങ്ങളായ ഖുർആൻ. പ്രയോഗവൽക്കരണത്തിന്റെ ഖുർആൻ വന്നിട്ട് 40 വർഷം കഴിയുമ്പോഴാണ് വചന ഖുർആൻ വരുന്നത്. രണ്ടും ചിന്തിക്കേ വേണം. വഹാബികൾ ചിന്തിക്കൂല, വഹാബികളെ തുടരുന്നവരും ചിന്തിക്കൂല. ഇപ്പോൾ മുസ്ലിംമാരും ചിന്തിക്കുന്ന പണി നിർത്തി. അങ്ങനത്തെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഫലത്തിൽ ഒക്കെ ഒരു സൂചാപമായി പോകുന്ന ഒരു കാലം. അതുകൊണ്ടാണ് ഏറെ ചിന്തിക്കണം എന്ന് പറയുന്നത്. ആദ്യം അവർ ഖുർആനെ കണ്ടു, പിന്നെ അവർ ഖുർആനെ കണ്ടു കേട്ടു. ആദ്യം അവർ ഖുർആനെ കണ്ടു. ആരാണ് കണ്ട ഖുർആൻ? മുഹമ്മദ്. ഒക്കെ പറഞ്ഞു മുഹമ്മദ്. കൈഫ കാന ഖുലുഖു റസൂലില്ലാഹ് കാന ഖുലുഖുഹുൽ ഖുർആൻ. നബിയുടെ സ്വഭാവം എങ്ങനെയുണ്ടായിരുന്നു? നബിയുടെ സ്വഭാവം ഖുർആനിൽ നിന്നായിരുന്നു എന്നല്ല ആയിഷ ബീവി പറഞ്ഞു. പകരം ആനായിരുന്നു, ഖുർആനിൽ നിന്നായിരുന്നു എന്നല്ല. പിന്നെന്താണ് നബിയുടെ സ്വഭാവം? എന്തായിരുന്നു? നബിയുടെ ജീവിതം എന്തായിരുന്നു? ഖുർആൻ. ആദ്യം നബി ജീവിച്ചു ഖുർആൻ, പിന്നെ നബിയിലൂടെ പുറത്തു വന്നു ഖുർആൻ. ഇവിടെ ഞാനിത് പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഖുർആൻ വന്നിട്ട് ഒരു ജനത തിരുത്തി, ഒരു വ്യക്തി തിരുത്തി. ഖുർആൻ വന്നപ്പോൾ
എന്തിന് സിദ്ദീഖും തിരുത്തി? സിദ്ദീഖ് തിരുത്തിയ അവസ്ഥ നമുക്കറിയാം. ശിർക്ക് ചെയ്തുകൊണ്ടല്ല, സിദ്ദീഖ് തിരുത്തേണ്ടതായി വന്നിട്ടുണ്ട്. ഉസ്മാൻ തിരുത്തി. മനസ്സിലായോ പറഞ്ഞത്? അലിയെ മുർത്തള തിരുത്തി. ഇവരൊക്കെ തിരുത്തി. ആര് തിരുത്തിയില്ല? മുഹമ്മദ് എന്ന മനുഷ്യൻ ഖുർആൻ വന്നപ്പോൾ തിരുത്തിയില്ല. എന്തുകൊണ്ട്? തിരുത്തേണ്ട ഒന്നും ആ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. ആ മഹാൻ ഖുർആൻ വരുന്നതിന് മുമ്പ് തന്നെ ഖുർആനായി ജീവിച്ചു. പിന്നെ വചനത്തിന്റെ എക്സ്പ്ലനേഷൻ വന്നു. ആദ്യം പ്രയോഗവൽക്കരണത്തിന്റെ എക്സ്പ്ലനേഷൻ, പിന്നെ സെന്റൻസിന്റെ എക്സ്പ്ലനേഷൻ. അതുകൊണ്ട് സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കാൻ എളുപ്പമായി. അപ്പോൾ മാനവ സമൂഹത്തിന്റെ മുന്നിൽ രണ്ട് ഖുർആനുണ്ട്. ഒന്ന് മുഹമ്മദ്, ഒന്ന് ഖുർആൻ. ഒന്ന് വചനം, ഒന്ന് വചനത്തിന്റെ പ്രയോഗവൽക്കരണം. ഈ വചനത്തിന്റെ പ്രയോഗവൽക്കരണമാണ് മഹത്വമുള്ള ജീവിതം. ഇനി ഞാൻ രണ്ടാം ഭാഗത്തേക്ക് കയറിയാൽ ഒന്നുകൂടെ മനസ്സിലാക്കും. ഈ നബിയിൽ നിന്നും ഒരു ജനത ഉൾക്കൊണ്ടു. ആ ജനത ഖുർആനെ പ്രയോഗവൽക്കരിച്ചു. അപ്പോൾ അവരുടെ ജീവിതകാലത്തും രണ്ട് ഖുർആൻ ഉണ്ടായി. ഒന്ന് വായിക്കുന്ന ഖുർആൻ, ഒന്ന് ജീവിക്കുന്ന ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകരാജ്യങ്ങളിലേക്ക് അയക്കുന്നത് വായിക്കുന്ന ഖുർആനെയല്ല, പകരം ജീവിക്കുന്ന ഖുർആൻ. വായിക്കുന്ന ഖുർആൻ നേരെ വെക്കി വന്നാൽ മതി. ഏതുപോലെ? ആദ്യകാലത്ത് വന്നതുപോലെ ആദ്യം വരേണ്ടത് കൂടെ ഉണ്ടോ അല്ലേ അത് തീരുമാനിക്കാതെ. നിനക്കിത് മനസ്സിലാവുന്നില്ലേ? വളരെ ഇന്റലിജന്റായി ശ്രദ്ധിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ ചിന്തിക്കണം എന്ന് പറയുന്നത് മുഹമ്മദ് മുസ്തഫ വായിക്കപ്പെടുന്ന ഖുർആൻ ലോകരാജ്യങ്ങളിലേക്ക് തുന്നിക്കെട്ടി അയച്ചില്ല, പകരം ജീവിക്കുന്ന ഖുർആൻ അയച്ചു. അപ്പോൾ ലോകരാജ്യങ്ങളിലേക്ക് വന്നത് ആദ്യം ജീവിക്കുന്ന ഖുർആനാണ്, പിന്നെ വായിക്കുന്ന ഖുർആനാണ്. ജീവിക്കുന്ന ഖുർആനെ തിരുത്തേണ്ടി വന്നു, വായിക്കുന്ന ഖുർആനെ തിരുത്തേണ്ടി വന്നിട്ടുണ്ട്. ജീവിക്കുന്ന ഖുർആൻ തിരുത്തേണ്ടി വരില്ല. പറയാ എന്താ ഈ പറഞ്ഞത്? ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ ഭരണകാലത്ത് ആസർബൈജാനിൽ ദീനി പ്രബോധനം ചെയ്തിരുന്ന ഒരു സംഘത്തിന്റെ നേതാവായിരുന്നു മഹാനായ ഹുദൈഫ ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു. ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കണേ, പറയുന്നത് ശ്രദ്ധിക്കണേ. എന്താ വിഷയം പറയാം. ആദ്യം എന്താ വിഷയം എന്തുകൊണ്ടാണ് സുന്നികൾ മഹാന്മാരെ അനുസ്മരിക്കുന്നത് എന്നതാണ് വിഷയം. എന്താ പറയുന്നത്? എന്തുകൊണ്ടാണ് മജ്‌ലിസുകൾ പ്രസക്തമാകുന്നത് എന്താ പറയുന്നത്? ലോകരാജ്യങ്ങളിലേക്ക് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്ന ഖുർആനുകളെ അയച്ചു. പിന്നീട് ആ രാജ്യങ്ങളിൽ വായിക്കുന്ന ഖുർആനുകൾ എത്തി. വായിക്കുന്ന ഖുർആൻ എത്തിയപ്പോൾ പലർക്കും അബദ്ധം സംഭവിച്ചു, തിരുത്തി. എന്നാൽ ജീവിക്കുന്ന ഖുർആനിൽ തിരുത്തേണ്ടി വന്നില്ല. പറയാം എന്തായി പറഞ്ഞത്? ശ്രദ്ധിച്ചില്ലേ? തെറ്റിപ്പോ സെൻട്രൽ ഏഷ്യയിൽ, യൂറോപ്പിന്റെ ഏകദേശം അടുത്ത് സെൻട്രൽ ഏഷ്യയിൽ, പഴയകാല സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന പ്രദേശത്ത് 990-ൽ ഗ്ലാസ്നോസ്റ്റ് പരിശോധിക്കാൻ കാരണമായി സോവിയറ്റ് യൂണിയൻ ഇല്ലാതാവുകയും പകരം സോവിയറ്റ് യൂണിയനിലെ രാജ്യങ്ങൾക്ക് സ്വയം ഭരണാവകാശം ലഭിക്കപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ സ്വയം റിപ്പബ്ലിക്കായ രാജ്യമാണ് അസർബൈജാൻ. അസർബൈജാനിൽ പ്രബോധനം നടത്തുന്ന ഒരു സംഘം മുസ്ലിമീങ്ങളുടെ
ഉസ്മാൻ സ്വഹാബി, അദ്ദേഹം രാത്രികാലങ്ങളിൽ ടെന്റുകളിൽ ഇങ്ങനെ ഇറങ്ങി നടക്കും. ടെന്റുകളുടെ പരിസരം എന്തെങ്കിലും അബദ്ധങ്ങൾ നടക്കുന്നുണ്ടോ എന്നൊക്കെ പരിശോധിക്കാൻ. ഒന്ന്, അദ്ദേഹം നേതാവായതുകൊണ്ട്. രണ്ട്, എന്തെങ്കിലും അബദ്ധങ്ങളുണ്ടെങ്കിൽ തിരുത്തി കൊടുക്കണമല്ലോ എന്ന നിലയ്ക്ക്. മാത്രമല്ല, ചില രാജ്യങ്ങളുടെ സ്വഭാവം അറിയില്ല. വീട് വിട്ട് കുറെ കാലമായി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്ന ആളുകളാണ് പലരും. ചില നാടുകളുടെ സ്വഭാവം അനാശാസ്യ പ്രവർത്തനം സാർവത്രികമായിരിക്കും. അപ്പോൾ അതൊക്കെ ഈ യാത്രക്കാരായ ആളുകളെ സ്വാധീനിക്കുന്നുണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ടതില്ല. എന്നാലും അത് പരിശോധിക്കേണ്ടത് നേതാവിന്റെ ബാധ്യതയാണ്. ആരെ നേതാവ്? പ്രഗത്ഭ സ്വഹാബിയായ ഹുദൈഫത്ത് ബിൻ യമാൻ ഇങ്ങനെ ടെന്റുകൾക്കരികിലൂടെ നടക്കുമ്പോൾ لم تسمع في المدينة في أيام النبي صلى الله عليه وسلم وبعد أيام النبي صلى الله عليه وسلم. ഒരു വിചിത്രമായ ഖുർആൻ ഒത്തിരി കിട്ടും ഒരു ടെന്റിൽ. അപ്പോൾ ആ ടെന്റിലേക്ക് കയറി ചെന്ന് അവരോട് ചോദിച്ചു, ഒന്നുകൂടെ ഖുർആൻ ഓദിക്കേ. ആ ടെന്റിലുള്ള ആളുകൾ ഖുർആൻ ഓതി. അപ്പോൾ ഹുദൈഫ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താ? പല പ്രദേശവാസികളും അദ്ദേഹത്തിന്റെ സംഘത്തിലുണ്ട്. ഹുദൈഫയുടെ സ്വഹാബിയായ ഹുദൈഫ മനസ്സിലാക്കണം കേട്ടോ, ക്ഷമിക്കണം. ഈ പറയുന്നത് എന്താ എന്ത് പറയാനാണ് പറയുന്നത്? ഈ തെളിവില്ല പറയുന്നത് ജീവിക്കുന്ന ഖുർആൻ, വായിക്കപ്പെടുന്ന ഖുർആനും വായിക്കപ്പെടുന്ന ഖുർആനിൽ ചിലപ്പോൾ തിരുത്തേണ്ടി വന്നിട്ടുണ്ട്. ജനങ്ങൾ തെറ്റ് വായിച്ചത് കൊണ്ട്, അല്ലാതെ ഖുർആന്റെ തെറ്റല്ല, മനുഷ്യൻ. എന്നാൽ ജീവിക്കുന്ന നിദർശനങ്ങളായ ഖുർആൻ അവരെ പകർത്തിയവർ അവരെ തിരുത്തേണ്ടി വന്നിട്ടേയില്ല. അവർക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഈ വായിക്കപ്പെടുന്ന ഈ ഖുർആൻ കേട്ടപ്പോൾ ആ ടെന്റിലേക്ക് കയറി ചെന്ന ഹുദൈഫ ചോദിച്ചു, ഒന്നുകൂടി ഓദിക്കേ. അവർ ഓതി. അപ്പോൾ വിചിത്രമായ ഓത്ത. അങ്ങനെ ഒരു ഓത്ത് ഹുദൈഫ കേട്ടിട്ടില്ല. അത് നബിയുടെ പാരായണമല്ല. പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ പാരായണ രീതിയും ഇല്ല. അപ്പോൾ ഹുദൈഫ ഇവരോട് ചോദിച്ചു, നിങ്ങൾ എവിടുന്ന? അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ അങ്ങയുടെ സംഘത്തിൽ ഇറാഖിൽ നിന്ന് കയറിയവരാണ്. ഓ, എന്നിട്ട് ഈ ഖുർആൻ എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടിയത്? അവർ പറഞ്ഞു, ഇത്തരം പാരായണമാണ് ഞങ്ങളുടെ നാട്ടിലുള്ളത്. ഉടനെ മദീനയിലേക്ക് കത്തയച്ചു ഹുദൈഫ. എന്താ കത്തിൽ? ഖുർആനിൽ ജനങ്ങൾ വിചിത്രമായ വായനകൾ നാടാകെ നടക്കുന്നതിന് മുമ്പ് ഖുർആൻ നബി എങ്ങനെയാണോ വായിച്ചു ഓദ്യം തന്നത് അപ്രകാരം ഓതാൻ ഒരു കൃത്യത ജനങ്ങൾക്ക് പഠിപ്പിക്കണം എന്ന് ബഹുമാനപ്പെട്ട ഹുദൈഫ കത്തയച്ചു മദീനയിലേക്ക്. അപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വായന കൃത്യമാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഉണ്ടായതാണ് അങ്ങനെ ഉണ്ടായതാണ് റസ്മുൽ ഉസ്മാനി. കേട്ടിട്ടില്ലേ? റസ്മുൽ ഉസ്മാനി കേട്ടിട്ടില്ലേ? അതിനപ്പുറം ഓതാനോ വായിക്കാനോ പാടില്ല. റസ്മുൽ ഉസ്മാനി കേട്ടിട്ടില്ലേ? മനസ്സിലാക്കിയോ പറഞ്ഞത്? റസ്മുൽ ഉസ്മാനി ചിലപ്പോൾ പലതരം പാരായണം വരും. എന്നാൽ അതിനൊരു കൃത്യതയുണ്ട്. ആ കൃത്യത നബിയിൽ നിന്നാണ്. ഉദാഹരണം പറയാം, മാലിക് യൗമുദ്ദീൻ റസ്മുൽ ഉസ്മാനിയാണ്. മലിക് യൗമുദ്ദീൻ അതും റസ്മുൽ ഉസ്മാനി. എന്തുകൊണ്ട്? ഈ രണ്ട് തരത്തിലും ആര് തോന്നിയിട്ടുണ്ട്? പാരായണത്തിന്റെ ഒരു കൃത്യത, ആരിൽ നിന്ന് കിട്ടിയ കൃത്യത, ഉണ്ണ നബിയിൽ നിന്ന് കിട്ടിയ
റസൂൽ ഉസ്മാൻ, അതാ റസൂൽ ഉസ്മാൻ. അതിൽ മാലിക് യൗമിദ്ദീൻ ഉണ്ട്, മലിക് യൗമിദ്ദീൻ ഉണ്ട്. നമ്മള് ഗൾഫിലൊക്കെ പോയാൽ ചില ഇമാമുമാർ കേട്ടിട്ടില്ലേ? മലിക് യൗമിദ്ദീൻ അങ്ങനെ ഉണ്ട്. ചില ഇമാമുമാർ മാലിക് യൗമിദ്ദീൻ രണ്ടും അംഗീകൃതമായ ഒത്താണ്. എന്തുകൊണ്ട്? ആ വിധത്തിലുള്ള പാരായണം പുണ്യ മുഹമ്മദ് മുസ്തഫ അതിനെപ്പറ്റേക്ക് പോകും. അപ്പൊ ഞാൻ വിഷയം ഒന്നുകൂടി തിരിച്ചു തരാം. വായിക്കപ്പെടുന്ന ഖുർആൻ, ആ ഖുർആൻ ജനങ്ങളിൽ പല കോലത്തിലെത്തിയപ്പോൾ അതിനെ കൃത്യമാക്കാൻ വേണ്ടി പുണ്യ നബിയിൽ നിന്ന് കേട്ട വിധത്തിലാക്കാൻ വേണ്ടി ലോകരാജ്യങ്ങളിൽ അതിനെ കൃത്യത വരുത്തിയ ആളാണ് ആര്? ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. അപ്പോൾ വായനയിൽ അബദ്ധം പറ്റിയിട്ടുണ്ട്, എന്നാൽ വ്യക്തി ജീവിതത്തിൽ അബദ്ധമില്ല. അസ്ഹാബി കന്നുജൂം ഫബിഅയ്യിഹി ഇഖ്തദൈതും ഇഖ്തദൈതും. എന്നാൽ അസ്ഹാബി കന്നുജൂം എന്ന സ്വഹാബികൾ നക്ഷത്രങ്ങളെ പോലെയാണ്. എന്നാൽ ഈ സ്വഹാബികൾ ഖുർആന്റെ പ്രയോഗമെടുക്കണം. രണ്ട് ചട്ടക്കുള്ളിൽ ഒതുങ്ങിയത് വചനം. സ്വഹാബികളോ അതിന്റെ പ്രയോഗവൽക്കരണം. ആരെപ്പോലെ? ഉന്നനബി ഓതിയ ഖുർആൻ പോലെ. പേര് കേട്ടാൽ സദാചരണം, മഹാന്മാരെ പേര് കേട്ടാൽ റളിയല്ലാഹു അൻഹു പറയണം, ഇത് നമുക്ക് പടത്തിലാക്കി തരട്ടെ. ഞാൻ അതിന്റെ എന്താണ് ഇതിന്റെ ഫിലോസഫി എന്നാണ് പറയുന്നത്. ഇത് കേൾക്കുന്ന പല വിഭാഗത്തിൽപ്പെട്ടവരുണ്ടാവും. അവർക്ക് കണ്ണ് തുറക്കാൻ ഇത് മതിയാവും. അവർക്ക് കണ്ണ് തുറക്കാൻ അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. മുസ്ലിമീങ്ങൾ ഇത്തരം കാര്യങ്ങളിലൊന്നും ഇനിയെങ്കിലും തർക്കിക്കരുത്. പരസ്പരം യോജിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാണ്. വളരെ ആപൽക്കരമായ ഒരു സാഹചര്യത്തിലാണ് മുസ്ലിം ഉമ്മ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല പരമാവധി യോജിച്ചു പോകാൻ തൗഫീഖ് നൽകട്ടെ. ഞാൻ പറഞ്ഞ ഹദീസിന്റെ അർത്ഥം പറയാം. അർത്ഥം പറഞ്ഞാൽ തന്നെ മതി, വ്യാഖ്യാനമൊന്നും വേണ്ട. ഇനി എന്റെ സമുദായത്തിന് കാലം വരും. എന്റെ കാലം ഇസ്ലാമി അന്ന് ഇസ്ലാമിൽ നാമമേ ഉണ്ടാകും. ഖുർആനിൽ അതിന്റെ റുസൂമുകൾ, റുസൂം എന്നാൽ എഴുത്ത്, വര. ഖുർആനിൽ അതിന്റെ വര അഥവാ എഴുത്ത്, ബാഹ്യാക്ഷരങ്ങൾ അത് ഉണ്ടാകും. എന്താ ഇതിന്റെ അർത്ഥം? ഖുർആനിൽ പിന്നെ എന്താ വേണ്ടത്? ബാഹ്യാക്ഷരങ്ങളല്ലാതെ ഇതിന്റെ കൂടെ ഇല്ല. പുണ്യനബി അവസാന കാലക്കാരെ കുറ്റപ്പെടുത്തി പറ്റിയ അന്ന് ഇസ്ലാമിൽ നാമമേ ഉണ്ടാകും. ഖുർആനിൽ അന്ന് വചനങ്ങളുടെ ബാഹ്യാക്ഷരങ്ങളെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പള്ളി ഉണ്ടാകും, മനോഹരം. പക്ഷേ പള്ളികൾക്ക് അർത്ഥം ഉണ്ടാവില്ല. അർത്ഥം വെക്കണം. ഖുർആനിൽ നിന്ന് വചനാക്ഷരങ്ങളെ ഉണ്ടാകും. വചനാക്ഷരങ്ങൾ അല്ലാതെ ഖുർആനിൽ എന്താ വേണ്ടത്? ഖുർആനിനെ വചനാക്ഷരങ്ങൾക്ക് അപ്പുറത്ത് വേണ്ടത് അതുകൊണ്ട് ജയിക്കുന്ന വ്യക്തികളാണ്, അഥവാ അതിന്റെ പ്രയോഗവൽക്കരണ തലമാണ്. അത് ആ കാലഘട്ടത്തിൽ അതായത് ഖുർആനെ പ്രയോഗവൽക്കരിച്ചാൽ മഹാനാണ്. ആര് മഹാൻ? മുഅ്മിൻ. വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. ഖുർആനെ പ്രയോഗവൽക്കരിച്ചാൽ ആരായി? മഹാനായി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തിനാ പേടിക്കണം? ഞാനല്ലേ പറഞ്ഞത്, നിങ്ങൾ എന്തിനാ പേടിക്കണം? ഞാൻ പറഞ്ഞതൊക്കെ അങ്ങനെ പാടണമെന്നല്ല, മറുപടി പറയേണ്ടത് ഞാനല്ല. നിങ്ങൾ വിളിക്കും, മനസ്സിലായോ? ഖുർആനെ പ്രയോഗവൽക്കരിച്ചാൽ പിന്നെ മഹാനാണ്. എന്തുകൊണ്ട്? ഖുർആനെ പ്രയോഗവൽക്കരിച്ചാൽ മുഅ്മിനോ, മുഅ്മിനായ മഹാനോ. എന്തുകൊണ്ട്? വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഏറ്റവും ഉന്നതർ എന്ന് പരിശുദ്ധ ഖുർആൻ ശരീഫ് പറഞ്ഞു. അപ്പോൾ ഒരു കാലം വരും, ആ കാലത്ത് മഹാന്മാരായ ആളുകൾ ഉണ്ടാവില്ല എന്ന
വാക്കിന്റെ അർത്ഥം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ് മനസ്സിലാവുന്നില്ലേ? ശ്രദ്ധിക്കണം കേട്ടോ. എനിക്ക് മുഖം ഭാവം കണ്ടിട്ട് നിങ്ങൾക്ക് കുറച്ച് ഏറിപ്പോയോ ടഫായോ തോന്നിപ്പോവുക ഇല്ലല്ലോ. മനസ്സിലാവില്ലേ? ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ പെട്ടെന്ന് നിർത്തും. നിങ്ങളെ മുഖം കണ്ടാൽ തന്നെ അറിയാൻ പെട്ടെന്ന് നിർത്തണം. ഇരിക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കുന്ന മുഖം നിങ്ങളെ കുറഞ്ഞ ആളുകൾക്ക് കാണുന്നുള്ളൂ. അതുപോലെ ശ്രദ്ധിക്കണം. അല്ലാഹു നമുക്ക് മനസ്സിലാക്കി തരട്ടെ. മനസ്സിലാക്കാതെ വന്നാൽ എന്താ പ്രശ്നം? സംഭവം അങ്ങനെ പോകും. മുമ്പേ ഗമിക്കുന്ന ഗോവ് തന്നെ പിമ്പേ ഗമിക്കും ഗോക്കളല്ല. ഫിലോസഫിയെ നമ്മൾ പഠിക്കൂല. ചില കാര്യത്തിന്റെ ഫിലോസഫി മനസ്സിലാക്കണം. അതെന്താണ് എന്ന് പഠിക്കും. അപ്പോൾ ഒരു കാര്യത്തെ ഉണ്ടാവും, പക്ഷേ പ്രയോഗവൽക്കരണം അതായത് ആ കാലത്ത് ബാഹ്യതലത്തിൽ ആരും ജീവിക്കില്ല. മഹത്തുക്കൾ മഹത്തുക്കളാണ് ആര്? ഖുർആനിന്റെ പ്രയോഗവൽക്കരണം ഇല്ലാതെ ഖുർആൻ വന്നാൽ അത് ജഡമായ ഖുർആനായിരിക്കും. അതിനാത്മാവുണ്ടായില്ല. ഖുർആനിൽ ആദ്യം വന്നത് പദങ്ങളല്ല, പകരം ഖുർആനിക ജീവിതമാണ്. മുഹമ്മദ് എന്ന മനുഷ്യൻ വന്ന് 40 വയസ്സുവരെ ജീവിച്ചിട്ടാണ് വചന ഖുർആൻ വരുന്നത്. പ്രയോഗത്തിൽ ഖുർആൻ വന്നിട്ട് 40 കൊല്ലം കഴിഞ്ഞിട്ടേ ഖുർആൻ ഉണ്ടായുള്ളൂ. അപ്പോൾ ഏതൊരു ജനതയും നേരായ വഴിക്ക് പോകണമെങ്കിൽ ഖുർആൻ പ്രയോഗവൽക്കരണം ആ ജനതയിൽ ഈ ഒരു കാലത്ത് ആ കാലത്ത് മഹത്തുക്കൾ ഉണ്ടാകും. അപ്പോൾ ഖുർആൻ പ്രയോഗവൽക്കരണവും അപ്പോൾ പിന്നെ അവരെ ആരും അടിമപ്പെടുത്തും, അവരെ ആരും ഭയപ്പെടുകയുമില്ല. ഖുർആന്റെ പ്രയോഗവൽക്കരണം നടത്തിയാലോ നമ്മൾ മേൽ സംസാരിക്കാൻ ആർക്കും കഴിയില്ല. ഒരാൾ അല്ലാഹുവിനെ പേടിച്ചാൽ, അല്ലാഹുവിനെ പേടിച്ചവനാരാ? ഖുർആനിനെ പ്രയോഗവൽക്കരിച്ചവൻ ആരെ പേടിക്കും? അല്ലാഹുവിനെ പേടിക്കും. അങ്ങനെ ഒരാളുടെ എല്ലാവരും അയാളെ പേടിക്കും. ഈ എല്ലാവരും എന്ന വാക്കിന് അർത്ഥം എന്താ? എല്ലാ മതത്തിൽപ്പെട്ടവരും, എല്ലാ ഭാഗ്യപ്പെട്ടവരും, എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും, വ്യത്യാസമില്ലാതെ എല്ലാവരും അയാൾ പേടിക്കും. അപ്പോൾ ഖുർആനിന്റെ പ്രയോഗവൽക്കരണം ഒരു ജനതയിൽ ഉണ്ടെങ്കിൽ ആ ജനതയിലെ ഭരണാധികാരി മോശമാവില്ല. മോശമായാലും മോശം ചെയ്യാൻ ഭരണാധികാരിക്ക് കഴിയില്ല. എന്തുകൊണ്ട്? ചിന്തിക്കണം. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ഇവിടെ പ്രശ്നം എന്താ? പ്രശ്നം എങ്ങനെ പ്രയോഗവൽക്കരണം എങ്ങനെയുണ്ടാവും? അതോ മഹത്തുക്കൾ എങ്ങനെയുണ്ടാവും? മഹത്തുക്കൾ പകർത്തിയാലാണ് ഉണ്ടാവുക. എങ്ങനെയാണ് ഒരാൾ മഹാനാവുക? നോക്കൂ, മഹാനാവൻ കടലാസ് കൊണ്ടല്ല മഹാനാവൻ, മഹാനെ കൊണ്ട്. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും അതിനുമുണ്ടൊരു സ്വരം. ഇതാണ് അതിന്റെ ബേസ്. മഹാന്മാർ സൃഷ്ടിക്കപ്പെട്ടത് വേദങ്ങളിൽ നിന്നാണ്. മഹാന്മാർ പ്രത്യേകമായ അവസ്ഥയിൽ വളർന്നു മഹാന്മാരായി. വേദങ്ങൾ അവർക്ക് ആക്കം കൂട്ടി. വേദങ്ങളിൽ നിന്നാണ് മഹാന്മാരുണ്ടായതെങ്കിൽ 1,24,000 വേദമാണല്ലോ വേണ്ടത്. പകരം ടെക്സ്റ്റ് ബുക്കായിട്ട് ഭൂമിയിൽ വന്നത് 8ആണ്. 4 4 7 4 ഇതാണ്. മനസ്സിലായില്ല? ടെക്സ്റ്റായിട്ട് ഭൂമിയിൽ വന്നിട്ടുള്ളത് 8 ആൾക്കാണ്. ബാക്കി 1,23,992 ആളുകൾക്കും ടെക്സ്റ്റ് ബുക്ക് ഇല്ല. കൊറോണ ആകാശത്ത് കൊറോണ ആയതുകൊണ്ട് അക്ഷരിക്കാൻ നേരെ പറ്റിയതാണ്. നിങ്ങളിവിടെ അന്ന് ഉണ്ടായി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടുണ്ടാവും. ഉണ്ടായി എനിക്ക് തോന്നണം. എന്ത് ആകാശത്ത് ടെക്സ്റ്റ് ബുക്ക് കിട്ടാൻ കടലാസ് ഇല്ലാത്തത് കൊണ്ടാണോ 4 4 8 ആൾക്ക് മാത്രം കിതാബ് കൊടുത്തയച്ചത്? ഇന്ന് നിങ്ങൾ നിസ്കരിച്ചല്ലോ. നിസ്കരിക്കാത്തവരാരെങ്കിലും പഠിക്കരുത്. ഇന്ന് നിങ്ങൾ മകര് നിസ്കരിച്ചില്ലേ? നിസ്കരിച്ചു. ഈ മകര് നിസ്കാരം കഴിഞ്ഞാൽ നമ്മളെ എന്താ പറയുക? പത്തോട്ടം
ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു. പിന്നെ എന്ത് പറയും? ബഹുവ അലാ കുല്ലി ശൈഇൻ അവൻ എന്തിനും കഴിവുള്ളവനാണ്. അപ്പൊ 1,24,000 കിതാബുകൾ മുകളിൽ നിന്ന് ഇറക്കാനും അവൻ കഴിവുള്ളവനാണ് അല്ലേ? ഇന്ന് മഗ്‌രിബിൽ നിങ്ങൾ പറഞ്ഞില്ലേ 1,24,000 ടെക്സ്റ്റ് ബുക്ക് ആകാശത്ത് നടക്കാൻ കഴിവുള്ളവനാണ് ആര്? അല്ലാഹ്. എന്നിട്ട് 10 ആൾക്ക് വരെ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയില്ല. കുറച്ച് പറയണ്ട, ഇതൊരു സ്വകാര്യമാണ്. ആകെ 8 ആൾക്ക് 4 ആൾക്ക് 7 4 ആൾക്ക്. പിന്നെ 1,23,992 ടെക്സ്റ്റ് ബുക്കില്ല. ഇതെന്താ കൽപ്പന? മഹാനായി ജീവിക്കുക. മഹാനായി ജീവിച്ച ആ മഹാനിൽ നിന്ന് ഫോട്ടോസ്റ്റാറ്റ് വന്നുകൊണ്ടേയിരിക്കും. ഈ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഫോട്ടോസ്റ്റാറ്റ് മെഷീനിൽ പകർത്തണമെങ്കിൽ ഒറിജിനൽ സാധനം വെക്കും. മുകളിൽ ഒരു ബ്ലാങ്ക് പേപ്പർ വെച്ചു. ഒന്ന് പറയുന്ന ലിഖിക്കാരാണ്. താഴെ ബ്ലാങ്ക് പേപ്പർ വെച്ചാൽ എന്ത് പകർത്താനാണ്? മുകളിൽ നിറഞ്ഞ മുകളിൽ നിന്നാണ് താഴേക്ക് പകർത്തുക. മുകളിൽ എന്താണോ ഉള്ളത് അത് താഴെ ഉണ്ടാവും. എഴുതിയ പ്രശ്നമുണ്ടോ? ഒരാളെ എഴുത്ത് മറ്റൊരാൾ പകർത്തിയാൽ എഴുതി പകർത്തിയാലുള്ള പ്രശ്നം എന്താ? എഴുതി പകർത്തിയാൽ ചിലർക്കൊക്കെ കുത്തും കോമയും മറക്കും. എന്നാൽ ഫോട്ടോസ്റ്റാറ്റിൽ ഒരിക്കലും കുത്തും കോമയും മറക്കും. പുറത്തു പറയണ്ട, ഇതാണ് സ്വഹാബി എന്ന് വിളിച്ചു. 1,2 സ്വഹാബികൾ എന്റെ ഞാനാകുന്ന ഫോട്ടോസ്റ്റാറ്റ് മെഷീനിൽ നിന്ന് പുറത്തു വന്നതാണ്. അപ്പോൾ കുത്തും കോമയൊക്കെ കൃത്യം അവരിൽ ആരെ തുടർന്നാലും നിങ്ങൾ ചെയ്യും. മനസ്സിലായ പറഞ്ഞത്? അപ്പോൾ ഒരു ജനതയിൽ വേണ്ടത് മഹാനാണ്. ഏത് മഹാൻ? الذي قام بالقرآن ليلا ونهارا حركة وسكونا فعلا وعملا واعتقادا باطل وباطل حركات سكنات അനക്കത്തിലും രാവിലും പകലും എന്താണോ വചനപ്രകാശം അങ്ങനെ ജീവിക്കുന്ന വ്യക്തികളാണ് ഒരു സമൂഹത്തിന് ആവശ്യം. അവരിൽ നിന്ന് ജനം പകർത്തിക്കൊണ്ടേയിരിക്കും. ഒന്നുകൂടി പറഞ്ഞ എളുപ്പം ഒന്നുകൂടി കയറും. നമ്മൾ ഒരു മഹാന്റെ പരിസരത്ത് ജീവിച്ചാൽ അയാളിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ പകർത്താതിരിക്കുക. അതേസമയത്ത് നമ്മൾ ഖുർആൻ തുറന്ന് നോക്കിക്കോണമേ എന്നില്ല. ചിലപ്പോൾ ഈ വ്യക്തി, ഉദാഹരണം പറയാം, ഒരു മഹാന്റെ പരിസരത്തെല്ലാം ജീവിച്ചു നോക്കൂ. ഈ മഹാൻ എല്ലാ അതിഥികളോടൊക്കെ മാന്യമായി പെരുമാറുന്ന ആളാണെങ്കിൽ ഈ പരിസരത്ത് താമസിക്കുന്ന വ്യക്തിയും കണ്ട് 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 അതിഥികളോട് മാന്യമായി പെരുമാറൽ പഠിക്കും. ഇതിന് ഉപയുക്തമായ ആയത്ത് അയാൾക്ക് അറിയില്ല. അറിയിക്കാൻ പറ്റ അയാൾ ചിലപ്പോൾ പല്യമായ എടുത്തു നോക്കിയിട്ടില്ല. എന്നാൽ പല വിഷയങ്ങളും ഇയാൾ പകർത്തും. എവിടുന്ന് പകർത്തി? പറ, എവിടുന്ന് പകർത്തി? എവിടുന്ന് പകർത്തി? ജീവിതത്തിൽ പകർത്തി. ശരി, തിരിച്ച് ഒരാളെ ഖുർആൻ പഠിച്ചു. പക്ഷേ പഠിപ്പിച്ച ഉസ്താദിന് ഖുർആൻ പ്രയോഗവൽക്കരിക്കുന്ന സ്വഭാവം ഇല്ലെന്ന് സങ്കല്പിക്കും. മക്കക്കാരി ജബലനിൽ പക്കയ മക്ക നിക്കലിൽ മൂടിത്തെ പുണ്യനബിയുടെ അയ്യയ്യന്റെ മനുഷ്യന്മാർ ഒരു സ്വലാത്തിൽ ഞങ്ങൾക്ക് പറ്റൂലല്ലോ. അയ്യയ്യേ, നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി മനുഷ്യന്മാരെ? പുണ്യനബിയുടെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പൊ എന്ത് വേണ്ടിയ? പുണ്യനബിയുടെ പേരമകനായ ഹസനുവിന്റെ പേരമകനായ ഹസനുൽ മുസന്നയുടെ മക്കായിൽ ഗവർണറായിരുന്ന കാലത്ത്
നഫീസ അൽ-മിസ്രിയ റളിയല്ലാഹു അൻഹാ. ഇവർ മക്കയിലും മദീനയിലും ജീവിച്ചു. നബി കുടുംബത്തിൽപ്പെട്ട ഇസ്ഹാഖ് എന്ന മഹാൻ ഇവരെ കല്യാണം കഴിച്ചു. പിന്നെ പുണ്യ മുഹമ്മദ് മുസ്തഫ സ്വപ്നത്തിൽ വന്ന് നിർബന്ധിച്ചു, ഈജിപ്തിലേക്ക് പോകും, അവിടുത്തെ ജനങ്ങളാണ് ഇപ്പോഴും കാര്യം മനസ്സിലാക്കാത്തത്, അവർക്കാണ് വേണ്ടത്ര വെളിച്ചം കിട്ടാത്തത്, അതുകൊണ്ട് നീ ഈജിപ്തിലേക്ക് പോ എന്ന് പലതവണ പുണ്യ റസൂൽ സ്വപ്നത്തിലും വന്ന് പറഞ്ഞു. ആരോട്? നഫീസയോട്. മനസ്സിലായോ? അങ്ങനെ നഫീസയും ഭർത്താവ് ഇസ്ഹാഖും എന്ത് ചെയ്തു? മിസ്രിൽ. പിന്നെ മിസ്രിലാണ് ജീവിക്കുന്നു. 63-ാമത്തെ വയസ്സിൽ മരിച്ചു. അഥവാ 208. മനസ്സിലായില്ലേ? ചൊല്ലുവാൻ സനത്തിനാണ് 100 ചതുർ 10 ജപ. 100 ചതുർ 10 ചതുർ 10 എന്ന് പറഞ്ഞാൽ ചതുർ 10 എന്ന് പറഞ്ഞാൽ 40, ചാലിന്റെ 10, 4 10 ചതുർ 10 40, അപ്പോൾ 140 ജപ. അപ്പോൾ 145 മക്കയിൽ ജനിച്ചു. ആര്? നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ. പിന്നെ അവർ നബിയുടെ കൽപ്പന പ്രകാരം മദീനയിൽ അല്ല മക്കയിൽ മദീനയിൽ മിസ്രിൽ അവർ 63-ാം വയസ്സിൽ മരിച്ചു. 200 മാറ്റാവുമ്പോൾ അറിയാം 145 കുറയ്ക്കാം. എന്നിൽ നിന്ന് 208 145 കുറച്ചാൽ എത്രയാണ്? റിയൽ എസ്റ്റേറ്റ് ഇവിടെ അതൊക്കെയാണ് വേഗം കണക്കിട്ട് പറയും. റിയൽ എസ്റ്റേറ്റ് ഒക്കെ നിന്ന് വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് മനസ്സിലായില്ലേ? 208 145 കുറച്ച് എത്ര? 63. 63-ാമത്തെ വയസ്സിൽ അവർ മരിച്ചു. എവിടെ? മിസ്രിൽ, കൈറോയിൽ മരിച്ചു. ഞാൻ അവരുടെ മക്ബറയിൽ ഒരുപാട് തവണ പോയിട്ടുണ്ട്. വളരെ സഹായത്താൽ എൻ്റെ കുട്ടിക്കാലത്ത് എനിക്കൊരു മോഹമായിരുന്നു മിസ്രിൽ പോകും. അക്കാലത്തിങ്ങനെ നെയ്നദി കുളങ്ങളോടിപ്പാൻ കളിക്കുന്ന നഫീസത്ത് ബീവിയുടെ നാട്ടിലെ കിസ പറഞ്ഞിടട്ടെ ഞാൻ കുഞ്ഞുവിളയുന്ന മിസ്ർ എന്ന നാട്ടിലുള്ള വീട്ടിലെ എന്നൊക്കെ എർണോളി മുസാക്കയുടെ ഒക്കെ പാട്ട് കേൾക്കുന്ന ഞാൻ കണ്ടുകൊണ്ട് എർണോളിക്കൊക്കെ നല്ല യൗവനം ഞാനൊക്കെ ഓടി പിടിക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ കേൾക്കും. അപ്പൊ നമുക്ക് മിസ്ർ കാണാൻ കൊടുക്കണ്ട സീറ്റ് വെച്ച് ആയാലും വെള്ളം കൊടുക്കാൻ പാടുള്ളൂ. ഇതാണ് ഫ്ലൈറ്റിന്റെ നിയമം. ഇപ്പൊ നിങ്ങൾ ഇവിടെ നിന്നാണ് പൊങ്ങിയിട്ടുണ്ട്, ക്ലിയർ ആയി കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞതൊന്നും ഫുള്ള് മനസ്സിലായിട്ടില്ല. കുറച്ച് ഞാൻ ഇപ്പം മനസ്സിലാവും. അതോടുകൂടെ പരിപാടി നിർത്തുകയും. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, മിസ്രിൽ വന്ന് ജീവിച്ചു ഇവർ. ഞാനൊരു പ്രധാന സഹായം ഒരുപാട് തവണ പോകാനുള്ള ഒരു അവസരം എനിക്കുണ്ടായിരുന്നു. ഞാൻ ജീവിതത്തിൽ വലിയ സന്തോഷമായിരുന്നു. നെയ്നദി കാണുക, അങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളായി കാണുന്നുണ്ട്. പിന്നെ അമ്മാവ് ആ അവസരം തുറന്നു തന്നു. കൊറോണ വരുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് വരെ ഞാൻ മിസ്രിൽ പോയിട്ടുണ്ട്. അപ്പോൾ കൊറോണ കഴിഞ്ഞാലും പോകുന്ന നാടുകളിൽ ഒരു നാട്, ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാട് മിസ്രാണ്. മിസ്രിൽ എപ്പോഴും പോകുന്ന സന്തോഷം. ഒരുപാട് നബിമാര്, ഒരുപാട് സ്വഹാബിമാർ, പിന്നെ ലോകത്തെ ആദ്യത്തെ ഇസ്ലാമിക യൂണിവേഴ്സിറ്റികളിൽ ഒന്നായ അസ്ഹർ ഷരീഫ്, അതൊക്കെ ഉള്ള നാടാണ് ഏത്? മിസ്ർ. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് 208 63-ാമത്തെ വയസ്സിൽ ഈ മഹതി മരിക്കുമ്പോൾ മിസ്രിൽ എത്തിയിട്ട് 6000 തവണ ഹത്തം തീർത്തിട്ടുണ്ട്. എന്താ പറഞ്ഞേ? മിസ്രിൽ എത്തിയിട്ട് വീട്ടിന്റെ ഉള്ളിൽ ഖബർ കുഴിച്ചു. അവരുടെ പള്ളിയിൽ മസ്ജിദ് നഫീസത്തുൽ മിസ്രിയ എന്ന പള്ളിയിൽ, ആ പള്ളി ഔഖാഫ് തൂക്കിയ ഒരു ഫലകം, ഔഖാഫ് മിസ്രി ഔഖാഫ്, മനസ്സിലായില്ലേ? ഔഖാഫിന്റെ പണ്ഡിതന്മാർ എഴുതി തൂക്കിയ ഒരു ഫലകം. ആ ഫലകത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. അതായത് എവിടെ നിന്നോ വായിക്കല്ല, വാറോടല്ല. ആ ഔഖാഫിന്റെ ഫലകത്തിലുണ്ട് മിസ്രി
വന്ന് വീട് വെച്ച് ചെറിയ കുടി വെച്ച് ആ കുടിയിൽ തന്റെ മുറി കബറാക്കി കുഴിയിലിറങ്ങിയിരുന്നു. എന്നിട്ട് ഖുർആൻ ഓതി. എത്ര തവണ? 6000 മാഇദ സൂറത്ത് തീരും മുമ്പ് മൗതായാമേ ഓതി 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 അവസാനം മാഇദ സൂറത്തിൽ വെച്ചു. മാഇദ സൂറത്ത് തീരും മുമ്പ് മൗതായാമേ. ഇനി നിങ്ങൾക്കറിയോ ഈ സ്ത്രീയുടെ മഹത്വം? നിങ്ങൾക്കറിയോ ഈ മഹദി മിസ്രിലെത്തിയപ്പോൾ മിസ്രിൽ പ്രത്യേക ഉന്മേഷമുണ്ടായി. അക്കാലത്ത് മിസ്രിൽ വന്നിട്ടുണ്ട് ഇമാം ഷാഫിഈ. ഷാഫിഈ ഇമാം അടിസ്ഥാനപരമായി ഗസക്കാരനാണ്. ഗസ എന്നാൽ നിങ്ങൾക്കറിയില്ല, ഗസയെ കേട്ടിട്ടില്ലേ? അറിയാലോ, ഫലസ്തീനിലെ ഭാഗമാണ് ഗസ. അതായത് ജെറൂസലേമിൽ നിന്ന് 550 കിലോമീറ്ററാണ് ഗസയിലേക്ക്. ഗസക്കാരനാണ് ഇമാം ഷാഫിഈ. പിന്നെ മക്കയിൽ വന്നു, പിന്നെ പഠിക്കാൻ പോയി. ഉമ്മയോട് കൂടെ മക്കയിൽ വന്ന് പിന്നെ ഹജ്ജ് ചെയ്തു. ഉമ്മ തിരിച്ചു പോയി, കുഞ്ഞുമോൾ തിരിച്ചു പോയില്ല. പിന്നെ പഠിക്കാൻ പോയി. ലോകരാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോയ കാലത്ത് എന്റെ ഒരു മീശ എന്റെ ഉമ്മയെ വിട്ട് ഞാൻ പഠിക്കാൻ പോകണം എന്ന് പറഞ്ഞു. ഉമ്മയെ വിട്ട് ഹറമിൽ നിന്ന് പിരിയുമ്പോൾ എനിക്ക് ഒരു 10 വയസ്സ് ഇമാം ഷാഫിഈ 150-ലാണ് ഷാഫിഈ ഇമാമിന്റെ ജനനം. അതായത് നഫീസ ബീവി ജനിച്ചിട്ട് വീണ്ടും 5 കൊല്ലം കഴിഞ്ഞാണ് ആര് ജനിക്കുന്നത്? ഷാഫിഈ ഇമാം. അങ്ങനെ ഷാഫിഈ ഇമാം ലോകരാജ്യങ്ങളൊക്കെ ചുറ്റി വിജ്ഞാനം സമ്പാദിച്ചു. അക്കാലത്തെയും ഇക്കാലത്തെയും ലോകത്തെ പ്രഥമ ഗണനീയനായ പണ്ഡിതനാണ് ആര്? ഇമാം ഷാഫിഈ. നേരെ വൈകി ജനിച്ചു, നേരത്തെ മരിച്ചു. 145 നഫീസത്തുൽ മിസ്രിയ ജനിച്ചു, 208 മരിച്ചു. ഷാഫിഈ ഇമാം 150 ജനിച്ചു, 204 മരിച്ചു. ഷാഫിഈ ഇമാം മിസ്രിൽ വരുന്നത് തന്റെ ജീവിതയാത്രയുടെ അവസാന ഏരിയ മിസ്റാണ്. ഖബർ മിസ്രില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ ഖബർ മിസ്രില്ല, അവിടെ മരിക്കുന്നത്. 199-ലാണ് മിസ്ർ എത്തുന്നത്, 204 മരിച്ചു. അപ്പോൾ മിസ്ർ എത്ര കാലമാണ് ഷാഫിഈ ഇമാം? 199 മിസ്രിൽ വന്നു, 204 മരിച്ചു. അപ്പോൾ മിസ്രിൽ എത്ര ഷാഫിഈ ഇമാം? 5 കൊല്ലം. ഈ 5 കൊല്ലവും ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു ചെയ്തിരുന്ന പ്രധാനപ്പെട്ട കാര്യം, മസ്ജിദുൽ ഖുബൂൽ എന്നൊരു പള്ളിയുണ്ട് അവിടെ നൈനദിയുടെ ഏകദേശിയിൽ ഫുസ്താദ് എന്ന പ്രദേശത്തെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിലെ മുദരിസാണ് അന്ന് ഷാഫിഈ ഇമാം. ദർസ് കഴിഞ്ഞാൽ ഇവരെ മുറ്റത്ത് പോയി നഫീസത്തുൽ മിസ്രിയ. ആ സ്ത്രീയെ ഷാഫിഈ ഇമാം കണ്ടിട്ടില്ല. ഈ പെണ്ണ്, ഈ മഹദി ഉള്ളിലിരുന്ന് പുറത്ത് ഖുർആൻ കേൾക്കുന്നതല്ല, ഒത്തിരിക്കും. എന്തുകൊണ്ട്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്തോന്ന് പറഞ്ഞല്ലോ നേരത്തെ, കവിത പറഞ്ഞല്ലോ, ഒരു ഉപമ കവിത പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും ഒരു സൗരഭ്യം. ഷാഫിഈ ഇമാം ആ മുറ്റത്ത് പോയിരിക്കും. ലോകം കണ്ട മഹാന്മാർ ആ മുറ്റത്ത് വന്നിരിക്കും. ഈ മഹാന്മാർ ഒന്നും ആരെ കണ്ടിട്ടില്ല. നഫീസത്തുൽ മിസ്രിയയെ കണ്ടിട്ടില്ല, കാണേണ്ടതുമില്ല. അവരെ മുറ്റത്തിരുന്നവരെല്ലാം മഹാനാണ്. എന്തുകൊണ്ട്? ജീവിക്കുന്ന ഖുർആനായി അവരും പിന്നെ ജീവിക്കുന്ന ഖുർആനായി. ഷാഫിഈ ഇമാം ഷാഫിഈ ഇവരൊക്കെ മനസ്സിലായോ? അവരൊക്കെ ഷാഫിഈ ഇമാമിനെ കൊടുത്തോളൂ. എന്തിനാ ഷാഫിഈ ഇമാം അവരടുത്ത് പോയിരിക്കുന്നത്? എന്തിനാ? വിജ്ഞാനത്തിൽ നോക്കിയാൽ ഷാഫിഈ ഇമാമിന്റെ അകലത്തെത്തുന്നവരാൾ അക്കാലത്തില്ല, ഇക്കാലത്തേക്കാളില്ല, ആരുമില്ല. ഈ നഫീസത്തുൽ മിസ്രിയയും
ഇമാം ശാഫിഈ ഞാൻ പറയണം, ഒരു കിതാബ് നിങ്ങൾ നോക്കിയാൽ മതി. ഇറാഖിൽ ചെന്നപ്പോൾ ഇറാഖിലെ ഖാദിയായ അബൂ യൂസുഫിന്റെ വീട്ടിൽ വിരുന്നിന് പറഞ്ഞയച്ചു. വിരുന്നിന് കൊണ്ടുപോയി. ആ വിരുന്നിൽ ആ രാത്രി അബൂ യൂസുഫിന്റെ വീട്ടിൽ പാർത്തു. അക്കാലത്തെ ഇറാഖിലെ ഖാദിയായ അബൂ യൂസുഫിന്റെ വീട്ടിൽ ഒരു ദിവസം പാർത്തു. ആരെ? ഇമാം ശാഫിഈ. ഒറ്റ രാത്രിയിലുണ്ട് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ മുഴുവൻ നോക്കി തീർത്തു. ആര്? ഇമാം ശാഫിഈ. പിന്നെ ഇറാഖിൽ താമസിക്കുന്ന കാലത്ത് അബൂ യൂസുഫ്, ഖാദിയായ അബൂ യൂസുഫ് ഒരു ഫത്വ കൊടുത്തു. ആ ഫത്വ കേട്ടപ്പോൾ കുട്ടിയായ ശാഫിഈ ഇമാം പറഞ്ഞു, ആ ഫത്വ ശരിയല്ല. അപ്പോൾ അബൂ യൂസുഫ് പറഞ്ഞു, ഈ ഫത്വ ശരിയല്ല എന്ന് നിന്നോട് ആര് പറഞ്ഞു മോനെ? അപ്പോൾ പറഞ്ഞു, നിങ്ങളെ വീട്ടിലെ കിതാബിലുണ്ട് ഈ ഫത്വ ശരിയല്ല. കൊല്ലങ്ങളായി ഈ ഗ്രന്ഥങ്ങൾ കൈവശമുള്ള ആളാണ് അബൂ യൂസുഫ്. അപ്പോൾ എന്റെ വീട്ടിലെ കിതാബിൽ എന്താ ഉള്ളതെന്ന് അത് പറയണം. അത് അങ്ങനത്തെ വായിച്ചു. ആര്? കിതാബ് കൊണ്ടുവച്ചു. കിതാബ് കൊണ്ടുവന്ന് നോക്കുമ്പോൾ അപ്പോൾ ചോദിച്ചു, എന്റെ വീട്ടിലുള്ള കിതാബിന് എങ്ങനെയാണെന്ന് താങ്കളോട് ആര് പറഞ്ഞു? അപ്പോൾ പറഞ്ഞു, ഒരു രാത്രി അങ്ങയുടെ ഗ്രന്ഥങ്ങളിൽ പാർത്തന രാത്രി ഓ അങ്ങനെ അയാൾ ഖുർആനിലേക്ക് വന്നു. ആദ്യത്തെ സൂറത്ത് തന്നെ ഓതിയപ്പോൾ അയാൾ ഓതി, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ നീ എന്നെ നന്നാക്കണമേ, ഞാൻ അതിനാവുന്നു. അപ്പോൾ അല്ലാഹു ഉടനെ പറഞ്ഞു, സിറാത്തൽ ലദീന അൻഅംത വെറുതെ പദങ്ങളെ പിന്നാലെ ഓടിയിട്ട് കാര്യമില്ല. മഹാന്മാരുടെ പിന്നാലെ നമുക്ക് സിറാത്തൽ ലദീന അൻഅംത അവസാനിച്ചു. ധന്യവാദം. ഇതാണ് റാലിന്റെ ബാക്ക് ബോൺ. ഇനി ഞങ്ങൾക്ക് എന്തും കേൾക്കാതിരിക്കാം. വേറെ ഇനി വലിയ തിരക്കുള്ളവർക്ക് പോകാം. UDF പെട്ടവരും LDF പെട്ടവർക്ക് തിരക്കുള്ളവർക്കുണ്ടെങ്കിൽ പോകാം. എത്ര പറഞ്ഞാലും ഇതിന്റെ ഡിസ്കാനെ പറയുന്നുള്ളൂ. എത്ര പറഞ്ഞില്ല, പറയേണ്ട ആവശ്യമില്ല. കഴിഞ്ഞു. നന്നാകാൻ ഖുർആൻ വന്നപ്പോൾ ഖുർആൻ മഹാന്മാരിലേക്ക് തിരിച്ചയച്ചു. മനസ്സിലായോ പറഞ്ഞത്? കുടിക്കടം കിട്ടാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് ഓഫീസിൽ കയറിയപ്പോൾ സെക്രട്ടറി പറഞ്ഞു, അത് ഇവിടെയല്ല, അത് വില്ലേജ് ഓഫീസിലാണ്. മനസ്സിലാക്കുന്നത്? നിങ്ങൾ ഇതിന്റെ കൂടെ എന്താ? കുടിക്കടം കൊടുക്കുന്നത് ഇവിടെ ഇല്ല. നിങ്ങൾ ഇതിന്റെ കൂടെ എന്താ? വീട്ടിന്റെ നമ്പർ വേണമെങ്കിൽ ഇവിടുന്ന് തരാം. ഇവിടെ എന്ത് കൊടുക്കൂല? ഭൂമിയുടെ കുടിക്കടം ഇവിടെ കൊടുക്കൂല. ഒരാൾ പേച്ച് ഇവിടെ കയറി പറ, ആ ഗ്രാമപഞ്ചായത്ത് കാര്യാലയം എന്ന് എഴുതിപ്പോൾ എന്ന് വിചാരിച്ച് കയറി ചെന്നു. സെക്രട്ടറി കണ്ടു. അപ്പൊ സെക്രട്ടറി എന്താ പറഞ്ഞേ? ഇവിടെ അല്ല കുട്ടിയെ, അതിന് വില്ലേജ് ഓഫീസിൽ പോകണം. നന്നാക്കാൻ വേണ്ടി ഒരാൾ വന്നു. ഖുർആൻ പറഞ്ഞു, സിറാത്തൽ ലദീന നന്നായാൽ അടുത്ത് പോകാം. എന്നാ പിന്നെ എളുപ്പമുണ്ട്. ഇത് മുഴുവൻ ഓടി തീർക്കാൻ നിനക്ക് കഴിയില്ല. നന്നായാൽ അടുത്ത് പോയാൽ എളുപ്പമുണ്ടാകും. എൻ്റെ ഉസ്താദ് കാപ്പിൽ മനസ്സിലായി ഇടക്കിടക്ക് ഞങ്ങളോട് പറയുന്നു, 1000 കിതാബ് അല്ലെങ്കിൽ 100 കിതാബ് ഉസ്താദിന്റെ ഭാഷ മനഃപ്പാഠമാക്കുന്നതിനേക്കാൾ നല്ലത് കണ്ണിയത്തിന്റെ വീട്ടിൽ പോയി കണ്ണിയത്തിനടുത്ത് 3 ദിവസം വാക്ക് ഖുർആൻ മുഴുവൻ നോക്കിയത് പോലെയാവും. ആരെ കൂടെ ജീവിച്ചാൽ കണ്ടിട്ട് ഒക്കെ പറഞ്ഞു എങ്ങനെ കഴിക്കേണ്ടത്, ഖുർആനിൽ എങ്ങനെ ഭക്ഷണം കഴിക്കേണ്ടത് പറഞ്ഞു. കണ്ണിയത്തിന്റെ വീട്ടിൽ പണി എങ്ങനെ പിടിക്കേണ്ടത്, എങ്ങനെ ഇരിക്കേണ്ടത്, എങ്ങനെ നടക്കേണ്ടത്, എങ്ങനെ സംസാരിക്കേണ്ടത്, ഇതിലൊക്കെ അക്കാദമിക്കൽ പഠനം നടത്താൻ കൊല്ലങ്ങൾ. പക്ഷേ പകർത്താൻ 3 ദിവസം മതി. ഏതുപോലെ ഒരാള് ഒരു കാസറ്റിലുള്ളത് അങ്ങനെ പകർത്താൻ, 10 മണിക്കൂറിന്റെ കാസറ്റിലുള്ളത് പകർത്താൻ 10 മിനിറ്റ് വേണ്ട, 3 മിനിറ്റ് മതി. അത് പാടി കേൾക്കാൻ 10 മണിക്കൂർ വേണ്ടി. നിങ്ങളിവിടെ ഇല്ലാന്നാ തോന്നുന്നത്. മനസ്സിലായില്ല. യേശുദാസിന്റെ 1000 പാട്ട് പകർത്താൻ 3 മിനിറ്റ് മതി. 1000 പാട്ട് പാടി കേൾക്കണമെങ്കിൽ ഇക്കൊല്ലം കൊണ്ട് കഴിയില്ല. ഇനിയും
എനിക്ക് പറയാനത് കഴിഞ്ഞു. ഇതാണ് അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നാൽ എപ്പോഴും ജനതയിൽ മഹാന്മാരെ സ്വാംശീകരിക്കാൻ പഠിപ്പിക്കും. അല്ലെങ്കിലും ഏത് ഫിലോസഫിക്കൽ ഐഡിയാസും ഒരു പ്രയോഗവൽക്കരിക്കപ്പെട്ടിട്ടുള്ളത് ഫിലോസഫിക്കൽ ബേസ്മെന്റിലല്ല, പകരം ജീവിതത്തെ പ്രാവർത്തികമാക്കിയിട്ടാണ്. ഉദാഹരണം പറയാം, ഇന്ന് ജീവിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ കണ്ടിട്ടേ ഉണ്ടാവില്ല, രാഷ്ട്രീയത്തെ കണ്ടിട്ടേ ഉണ്ടാവില്ല, പകർത്തിയിട്ടുണ്ടാവില്ല. ഇനി ആരെങ്കിലും പകർത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് കാൾ മാർക്സിനെ. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ തിരിച്ചു പറയാം, അല്ലെങ്കിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകൾ ഫിലോസഫി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ കമ്മ്യൂണിസ്റ്റുകാരൻ ചർച്ച ചെയ്യാം EFSനെ. എന്തുകൊണ്ട്? അത് ഒരു ഫിലോസഫിക്കൽ വാർത്ത ഒരു വ്യക്തി ജീവിതം അതിനെ സമൂഹത്തിന് ഏൽപ്പിച്ചുകൊണ്ടാണ് ആ പ്രസ്ഥാനം വളരുന്നത്. കോൺഗ്രസും അങ്ങനെയാണ്. കോൺഗ്രസിനെ ജീവൻ ഉണ്ടാക്കണമെങ്കിൽ അവർ ഗാന്ധിയെ പഠിപ്പിക്കണം. ഫിലോസഫി പഠിച്ചത് കാര്യമില്ല. ഫിലോസഫി കടലാസിനെ പുതിയ അത് പുതിരിക്കൂല. നിങ്ങൾ ഇതിന്റെ കൂടെ ഉണ്ടാ അത് ഏത് ഫിലോസഫിയാണെങ്കിലും അങ്ങനെയാണ്. മുഹമ്മദ് വരാതെ ഖുർആൻ നന്നായി ഒരാളും നന്നായി കൊള്ളണമെന്നില്ല. തിരിച്ച് ഖുർആൻ വന്നില്ല, മുഹമ്മദിന് മാത്രമേ ഉണ്ടെങ്കിലും മുസ്ലിങ്ങൾക്ക് പ്രശ്നമുണ്ടാവും. ഖുർആൻ വന്നില്ല, ഖുർആൻ വന്നതേയില്ല, ഒരാളെയില്ല. മുഹമ്മദ് നിങ്ങൾക്കറിയോ, മഹാന്മാരെ പകർത്താൻ എളുപ്പമുണ്ട്. 10 കൊല്ലം 20 കൊല്ലം തത്വങ്ങൾ പഠിക്കുന്നതിനേക്കാൾ ഒരു മനുഷ്യൻ ഒരു ദിവസം കൊണ്ട് മഹാൻ പകർത്താൻ കഴിയും. പകർത്താൻ എങ്ങനെ ജീവിതത്തിലേക്ക് പകർത്തി കടലാസിലേക്ക് പകർത്താൻ നമ്മൾ കഴിയുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉഷാറിരിക്കണമെങ്കിൽ ഒരു കഥ പറയാം. ഉഷാറിനാണോ? റിയാദിലെ ഒരു നാട്ടിൽ മൂപ്പനായിരുന്നു സുമാമ എന്നൊരാളുണ്ടായിരുന്നു. റിയാദി. അന്ന് റിയാദിന്റെ പേര് റിയാദ് എന്നല്ല, യമാമ എന്നാണ്. ഇപ്പോഴും ചുരുക്കം ആളുകൾക്കറിയാം യഥാർത്ഥത്തിൽ റിയാദിന്റെ പേര് നജിദ് എന്നോ യമാമ എന്നോ ആണ്. യഥാർത്ഥത്തിൽ 1932 സൗദി ഭരണകൂടം വന്നതിന് ശേഷമാണ് ആ നാട്ടിന് റിയാദ് എന്ന പേര് കൊടുത്തിട്ടുള്ളത്. അതിനു മുമ്പ് അതിന്റെ പേര് 2 ആണ്. ഒന്നിരിക്കൽ പഴയ കാലത്തെ നജിദ് അല്ലെങ്കിൽ യമാമയിലെ ഒരു നാട്ടുകാരനായിരുന്നു സുമാമ. അയാൾക്ക് മുത്തുനബിയെ കേട്ടന്ന് മുതൽ കലിയിറങ്ങാൻ തുടങ്ങിയത്. അങ്ങനെ എങ്ങനെയെങ്കിലും മുഹമ്മദിനെ കൊല്ലാൻ ഒരു അവസരം ഉണ്ടായാൽ ആ അവസരം ഉപയോഗപ്പെടുത്തി മുഹമ്മദിനെ കൊല്ലണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകിക്കല്ല എന്ന് തീരുമാനിച്ചു. അങ്ങനെ അയാൾ എന്ത് ചെയ്തേ? അയാൾ ബദർ യുദ്ധം ഒരുങ്ങിയിട്ടുണ്ട്, മക്കക്കാർ ബദറിലേക്ക് മാർച്ച് ചെയ്തിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ അയാൾ വേഗം ബദറിലേക്ക് വന്നു. ആരെ സഹായിക്കാൻ? ഖുറൈശി ഒന്ന് പാറമനുഷ്യന്മാരെ ആരെ സഹായിക്കാൻ? ഖുറൈശികളെ സഹായിക്കാൻ. ഇയാൾക്ക് ഇതിൽ വരേണ്ട ആവശ്യം ഇല്ല. നമ്മൾ പാകിസ്ഥാന്റെ പ്രശ്നത്തിൽ ശ്രീലങ്കക്കാരൻ ഇടപെടണോ? തെളിഞ്ഞല്ലോ. അതാണ് ശ്രീലങ്കക്കാരൻ ഇടപെട്ടാൻ അനാവശ്യത്തിന്. നമ്മുടെ പാകിസ്ഥാന്റെ ഇടയിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മളെ യുദ്ധത്തിന് തീർക്കും, അല്ലെങ്കിൽ പറഞ്ഞു തീർക്കും. ശ്രീലങ്ക എന്നതുപോലെ റിയാദിയായ യമാമക്കാരനായ സുമാമക്ക് ഇടപെടുന്നില്ല. എന്തുകൊണ്ട്? അയാൾക്ക് ദൈവം ഇതല്ല, അയാളുടെ മതം മക്കാരുടെ മതമല്ല, ദൈവം മക്കാരുടെ ദൈവമല്ല. നാട്ടുരാജ്യങ്ങളിൽ നാട്ടുദൈവം. അപ്പൊ ഒരു നിലക്കും ഇയാൾക്ക് ഇടപെടേണ്ട ഒരു ആവശ്യം. പക്ഷേ ഇയാൾക്ക് കഴിയ ആരോട് കേട്ട മുതൽ കഴിയ അയാളെ ശരിയാക്കി
അപ്പോൾ അവസരം കിട്ടിയപ്പോൾ അബൂ ജഹൽ പിന്തുണ പ്രഖ്യാപിച്ച് നേരെ അയാൾ ബദറിൽ വന്നു. കൊല്ലാൻ കഴിഞ്ഞ വിചാരിച്ച് കൊല്ലാൻ കഴിഞ്ഞാൽ മാത്രമല്ല, തോറ്റൂന്ന് മാത്രമല്ല, തോറ്റോടിയൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ളവരെ പിടികൂടി ആ കൂട്ടത്തിൽ സുമാമയെയും കൊണ്ടുവന്നു. മദീന പള്ളിയുടെ ചെരുവിൽ അറസ്റ്റ് ചെയ്തു. മദീന പള്ളിയുടെ ചെരുവിൽ അറസ്റ്റ് ചെയ്തു. ആരെ? സുമാമയെ. മനസ്സിലായോ? 2-3 ദിവസം അവിടെ ബന്ധനസ്ഥനായി അറസ്റ്റ് വഹിക്കപ്പെട്ട് കിടന്നു. ആരെ? സുമാമ. 3-ാം നാൾ സുമാമയെ മോചിതനാക്കി. പഠിച്ചിരുന്നോ? ഇല്ല. 3 ദിവസം പഠിച്ചോ? ഇല്ല. വചനങ്ങൾ പഠിച്ചോ? ഇല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ പഠിച്ചോ? ഇല്ല. എന്ത് പഠിച്ചു? ജീവിക്കുന്ന ഖുർആനെ 3 ദിവസം കണ്ടപ്പോൾ അദ്ദേഹത്തിന് പിന്നെ പിൻവാങ്ങിപ്പോകാൻ അവസാന കാലമാകുമ്പോൾ ജീവിക്കുന്ന ഖുർആൻ ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ജീവനില്ലാത്ത അക്ഷരങ്ങൾ മാത്രമാകും. ആ സമൂഹത്തെ എല്ലാവരും ഭരിക്കും. ആ സമൂഹത്തിന് ഒരു ഉദ്ധാനത ഉണ്ടാവില്ല. ആ സമൂഹത്തിന് ഒന്നും ചെയ്യാൻ ഒന്നും കഴിയില്ല. ഞാൻ സംസാരിപ്പിക്കുകയാണ്, നീട്ടേണ്ടത് പറയേണ്ടി പറഞ്ഞു. അതിനെന്ത് വേണം? ഒരാൾ പകർത്തണമെങ്കിൽ എന്ത് വേണം? ഒരു മഹാനെ കാണണം. മഹാനെ 2 നിലയ്ക്ക് കാണാം. ഒന്നിങ്ങനെ കാണാൻ 2 തരമാണ്. ഒന്നിങ്ങനെ കാണാം, ഒന്നിങ്ങനെ കാണാം. ഇങ്ങനെ കണ്ടാലും ഇങ്ങനെ കാണണം, ഇങ്ങനെ കണ്ടില്ലെങ്കിൽ ഇങ്ങനെ കണ്ടാലും. 2 നിലയ്ക്ക് കാണലുണ്ട്. ഇങ്ങനെ കാണണം, ഇങ്ങനെ. ചിലപ്പോൾ ഇങ്ങനെ കണ്ടാലും ഇങ്ങനെ. യഥാർത്ഥ കണ്ണ് ഇതല്ല. അവരുടെ മുഖത്തെ കണ്ണിനല്ല അന്ധത വന്നിട്ടുള്ളത്, അവരുടെ ഹൃദയത്തിന്റെ കണ്ണിനാണ്. ഈ കണ്ണുകൊണ്ട് ഒരു കാര്യമില്ല, ഈ കണ്ണുകൊണ്ട് കാണും. ഇനി ഈ കണ്ണുകൊണ്ട് കാണാൻ കഴിയൂല, ഈ കണ്ണുകൊണ്ട് കാണും. ഇങ്ങനെ കണ്ടിട്ട് നൂഹ് നബിയെ ഇങ്ങനെ കണ്ടിട്ടില്ല, ഹൂദ് നബിയെ ഇങ്ങനെ കണ്ടിട്ടില്ല, ഇബ്രാഹിം നബിയെ ഇങ്ങനെ കണ്ടിട്ടില്ല, മുത്ത് നബിയെ ഇങ്ങനെ കണ്ടിട്ടില്ല. മനുഷ്യന്മാരെ ഇങ്ങനെ കണ്ടിട്ടില്ല.
ചെവിയിലൂടെ ഹൃദയം കണ്ടുകൊണ്ട് ചെവി കേൾക്കുക എന്നൊരു വാക്കുണ്ട് ഖുർആനിൽ. എങ്ങനെ? ഹൃദയം കണ്ടുകൊണ്ട് ചെവി. എന്തിനാ മൗലികൾ? മൗലികൾ ചെവിയിലൂടെ കാണിക്കാനാണ്. പിന്നെ എങ്ങനെ കഴിയും? ബുദ്ധ ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ കരയുക. ബുദ്ധക്കാരൻ കരഞ്ഞുകൊണ്ടാണ്. എവിടുന്ന ബുദ്ധക്കാരൻ നബിയെ കണ്ടിട്ടില്ല. ബുദ്ധ ഏരിയയിലെ മുസ്ലിം അദ്ദേഹം ജനിക്കുന്നത് ഹിജ്റ 7-ാം നൂറ്റാണ്ടിൽ. നബി വഫാത്താകുന്നത് 1-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ്. ബുദ്ധക്കാരൻ എഴുതിയ മുസ്ലിമാവൻ ജനിക്കുന്നത് ഹിജ്റ 7-ാം നൂറ്റാണ്ടിൽ. ആ മനുഷ്യനും നബിയും തമ്മിൽ 600 കൊല്ലത്തെ വ്യത്യാസം. എന്നിട്ടും നബി എന്ന് പറയുന്നതിന് കാര്യം, കാരണം നബിയെ കണ്ടിട്ടുണ്ട്, കണ്ട് എഴുതിയതാ. ഏത് കണ്ടുകൊണ്ട് കണ്ടു? ഇഖ്ബാലിനെ കാണാൻ വേണ്ടി അരിയാൻ പോയ ഒരു സംഭവമുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് രോഗം കാണാൻ വേണ്ടി അരിയാൻ കുറച്ചാളുകൾ പോയി ഇഖ്ബാലിന്റെ വീട്ടിലേക്ക്. അങ്ങനെ ഇഖ്ബാൽ രോഗിയായി. ഇഖ്ബാൽ മുഹമ്മദ് ഇഖ്ബാൽ അങ്ങനെ രോഗിയായി അദ്ദേഹം കട്ടിൽ എണീറ്റിരുന്നു. അരിയാനോട് ഇഷ്ടം. അവരൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. സംസാരിച്ച് അരിയാൻ പറയുന്നത് ഞങ്ങളുടെ സംസാരം മദീനയിലെത്തി. മദീന എന്ന് പറഞ്ഞപ്പോഴേക്ക് ഇഖ്ബാൽ മിണ്ടാട്ടം നിർത്തി. ഞങ്ങൾ കൂടെ ഇഖ്ബാൽ ജനിക്കുന്നത് 20-ാം നൂറ്റാണ്ടിൽ. മുത്തുനബി ജനിക്കുന്നത് 7-6-ാം നൂറ്റാണ്ടിൽ. അതിന്റെ കൂടെ ഉണ്ടോ? ഇഖ്ബാൽ എന്നിട്ടും മദീന എന്റെ ഇങ്ങനെ ഈ ധർമ്മം നിർവഹിക്കുകയാണ്. എന്ത് മൗലിക ധർമ്മമുണ്ട്. മനുഷ്യരെ കാണിക്കും. അപ്പോൾ നമ്മൾ മിസ്റിനെ കാണും, നഫീസത്ത് ബീവിയെ കാണും, നൈനദിയെ കാണും. എങ്ങനെ കാണും? അപ്പൊ മനസ്സ് തുടികിട്ടും. ചക്രവർത്തിയിലെ പക്ഷേ കണ്ടിട്ടുണ്ടല്ലോ. ഫോട്ടോ ഇല്ല, പക്ഷേ ജീവിക്കുന്ന ആളാണ് അബ്ദുൽ ഖാദിർ ജിലാനി. ഇങ്ങനെ കണ്ടതല്ല. എവിടെ കിട്ടി? മനസ്സിലായോ? ഇത്തരം വരികളിലൂടെ പേടിയാണ്.
മഹാന്മാരെ പോലത്തെ ആളുകൾ. മഹാനായ ഇത്മുസ്സമാൻ മൗലദ്ദീൻ മരിച്ചു, മകൻ ജീവിച്ചു. ആരാ മകൻ? സയ്യിദ് ഫമിലെ. പിന്നെ ബ്രിട്ടീഷുകാർ കുടുങ്ങി. ബാപ്പ മരിച്ചിട്ടും ബാപ്പാക്കൊത്ത മകൻ ഉണ്ടാകുമ്പോൾ മലബാറിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അവസാനം സയ്യിദ് ഫമിലിനെ നാട് കടത്തിയിട്ടാണ് മലബാറിനെ ബ്രിട്ടീഷുകാർ നിലയാടിയത്. നിങ്ങൾ ഇതിന്റെ കൂടെ ഇല്ല. എന്തുകൊണ്ട് സയ്യിദ് ഫമിൽ നിങ്ങളുടെ നാട്ടിൽ ഒന്നും ചെയ്യാൻ സയ്യിദ് ഫമിലിനെ നാട് കടത്താതിരിക്കാൻ തിരൂര് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് തമ്പടിച്ചു. ആയിരക്കണക്കായ ബ്രിട്ടീഷുകാർ പെട്ടെന്ന് ഒരു പണിയെടുത്തു. എന്റെ പരപ്പനാടി പെട്ടെന്ന് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി, ഒരു റെയിൽവേ സ്റ്റേഷൻ തച്ചുമുട്ടി, പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കി. ആരെ? സയ്യിദ് ഫമിലിനെ തിരൂരിൽ വണ്ടി നിർത്തിയില്ല. സയ്യിദ് ഫമിലിനെ ബ്രിട്ടീഷുകാർ നാട് കടത്താൻ വേണ്ടി ഉണ്ടാക്കിയ റെയിൽവേ സ്റ്റേഷനാണ് ഏത്? പരപ്പനാടി. എന്റെ സയ്യിദ് ഫമിൽ മൗലദ്ദീൻ ഉസ്മാന്റെ മോന, ലക്ഷണമൊത്ത ബാപ്പാന്റെ മോന, കളിച്ചാക്കളി വണ്ടിയും. മഹാന്മാരുണ്ടാകുമ്പോൾ ജനം ഇങ്ങനെ ഒന്നായിരിക്കും. മഹാന്മാർ പോയാലോ? പോയാൽ ജനം പിരിയും. എന്തുകൊണ്ടാണ് നമ്മൾ പിരിച്ചത്? മഹാന്മാർ പോയി. ഒരു യുഗത്തിങ്കൽ ഒരിക്കലോ മറ്റോ തിരുവവതാരം ജഗദീശൻ ചെയ്തു. അതിനു പിന്നിലും ചിരിക്കുമർക്കൽ തൻ ധനം സുദുസ്സഹം എന്നൊരു വാക്കുണ്ട് ഉള്ളൂരിന്. അത് വാക്കാണ്. അതിന് അവതാരം എന്ന വാക്കാണ് മാധ്യമം. നൂറ്റാണ്ടിൽ മഹാന്മാരുകൾ ഒരു യുഗത്തിങ്കൽ ഒരിക്കലോ മറ്റോ തിരുവവതാരം ജഗദീശൻ ചെയ്തു എന്നാ ഉള്ളൂർ പറഞ്ഞത്. അത് ഉള്ളൂരിന്റെ ഭാഷയിൽ തിരുവവതാരം ജഗദീശന്റെ തിരുവവതാരം എന്നത് ഉള്ളൂരിന്റെ ഭാഷ. പക്ഷേ മതത്തിന്റെ ഒരു മുദ്ദത്തിനുണ്ടാവും എന്ന് മുത്തു മുഹമ്മദ് അവരുണ്ടായാലും നിങ്ങൾ ഒന്നിച്ചു. അതിനു മുമ്പിലും അതിനു പിന്നിലും ഭൂമിക്ക് പിന്നെ ഒരു സുഖം ഉണ്ടാവും. ആയില്ലെങ്കിൽ മഹാന്മാരില്ലെങ്കിൽ മഹാന്മാരുണ്ടെങ്കിലോ ബ്രിട്ടീഷുകാരാണ് വഹാബിസം ഉണ്ടാക്കിയത്. ബ്രിട്ടീഷുകാരാണ് വഹാബിസം പ്രചരിപ്പിച്ചത്. എന്തിന്? മുസ്ലിം സമുദായത്തിൽ അവർ രണ്ട് കാര്യം ചെയ്തു. ഒന്ന്, മഹത്തുക്കളുള്ള ബഹുമാനം ഇല്ലാതാക്കാൻ ആത്മകേന്ദ്രം പണിയെടുത്തു. മഹത്തുക്കൾ പോയാൽ അവർ ബ്രിട്ടീഷുകാരുടെ കളിയാണ്. വഹാബിസം സൃഷ്ടിച്ചത് ബ്രിട്ടീഷുകാരാണ്. അതൊന്നും ഇങ്ങനെ പറയല്ല. ആണുങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കും, അതിന് തെളിവെന്താ? തെളിവാണ് പറഞ്ഞാൽ നിങ്ങളത് കൊടുക്കും. വെറുതെ പറയല്ല, പഠിച്ചു പറയാം. എന്റെ ആവശ്യം അന്നും ഇന്നും മഹാന്മാരല്ല. മുസ്ലിം സമുദായത്തിന്റെ അകത്തെ വിധ്വംസക പ്രവർത്തനം നടത്തിയവരില്ല. ആദ്യം കൈവച്ചതാരില്ല, മഹാന്മാരില്ല. ഹിജ്റ 40 റമദാൻ 17 അന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സുന്നികൾ മഹാന്മാരെ അവരുടെ താരീഖിനെ ജീവിക്കും. ഫിലോസഫി കൊടുക്കണം. അത്രയും ചില ആളുകൾ മുസ്ലിംമാർക്ക് തിന്നാൻ വേണ്ടിയാണ് മാലയും മൗലൂദും മുസ്ലിംമാർക്ക് തിന്നാൻ വേണ്ടി ഉണ്ടാക്കിയതാണെങ്കിൽ മാലയും മൗലൂദും നിർത്തേണ്ട കാലമില്ലേ? മുസ്ലിംമാർക്ക് ഒക്കെ ഷുഗർ. കുറച്ച് മുസ്ലിംമാർക്ക് ഷുഗർ, ബാക്കിയുള്ള മുസ്ലിംമാർക്ക് കൊളസ്ട്രോൾ. രണ്ടാണെങ്കിൽ തിന്നാൻ പറ്റുന്ന മുസ്ലിംമാർ വളരെ കുറവാണ്. അപ്പൊ ഇപ്പൊ മൗലൂദ് നിർത്തേണ്ട കാലമായിട്ടുണ്ടാവും. ഇവിടെ ഉണ്ടോ ഇല്ലേ? നിങ്ങളോട് തന്നെ എന്നെ പറഞ്ഞത് അല്ല, നിങ്ങളൊന്നും അല്ലേ കേൾക്കണത്? അല്ല, കേട്ടൊരു സ്വഭാവം നിങ്ങളെ കാണുന്നത്. ശത്രുക്കളാണെങ്കിലും തമാശ പറഞ്ഞാൽ ചിരിക്കാം. ചിരിക്കാത്തവനെ ശത്രുവാണെങ്കിൽ തമാശ പറഞ്ഞാൽ ചിരിക്കും. ചിരിക്കാത്തതിന് കാരണം എനിക്ക് അതല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കിയത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു ഫിലോസഫി ഉണ്ട്.
ബാബിക്ക് അന്തണ്ടായത് ഞാൻ പറഞ്ഞ അന്തണ്ടാവും. അത് ബാപ്പാന്റെ ജന്മന്റെ കൂടിയിലൂടെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ വെക്കുകയാണ്. അന്തം പുള്ളിയും നന്നാക്കിയിട്ടുണ്ട്. അന്തം അരിയും ഗോതമ്പും കയറി വരുന്നതാണ് ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ കയറും. അന്തം നാളെ അന്തം ഉണ്ടാവും. അതാണ് അന്തം. അവസാനിപ്പിക്കുകയാണ്. എന്താ ഈ മഹാന്മാരെ ജീവിക്കുക? ഫാത്തിഹ ജീവിക്കുക. ഫാത്തിഹയാണ് സിറാത്തുൽ ലദീന. അപ്പോൾ നമുക്ക് തൗഫീഖ് തരട്ടെ. അങ്ങനെ ഇതന്നെ ലോകത്തെ അമ്പിയാക്കളൊക്കെ എല്ലാം ഏറ്റവും പ്രധാനികളാണ് ബദരീങ്ങളിൽ നമ്മൾ ജീവിക്കുമ്പോൾ കുറച്ചാളുകൾക്കെങ്കിലും തോന്നും എനിക്ക് അവരെ പോലെ ദീനിനു വേണ്ടി. അപ്പോൾ ബദരീങ്ങൾ വീണ്ടും ജീവിക്കും. ഫോട്ടോ സ്റ്റാറ്റൊക്കെ ആകുമ്പോ 1400 കൊല്ലം കഴിയുമ്പോ കുറച്ചൊക്കെ ക്ലിയർ പറയും. ഇല്ല, ഫോട്ടോസ്റ്റാറ്റിന്റെ ഫോട്ടോസ്റ്റാറ്റിന്റെ 1400ാമത്തെ ഫോട്ടോസ്റ്റാറ്റ് ആകുമ്പോൾ ക്ലിയറൊക്കെ എന്നാലും കുറച്ച് പവർ ചോദിക്കാൻ വായിക്കണം. കാലം കൂടിയനുസരിച്ച് മഹാന്മാരുടെ പവറിനും അവരുടെ കഥകൾക്കും ബീജം കുറയും. എന്നാൽ അവരിനെ കിട്ടാനുള്ള അതാണ് സുന്നികൾ ചെയ്തത്. അതാണ് സുന്നികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് എന്റെ ഫിലോസഫിക്കില്ലെങ്കിലോ കേവലം അക്ഷരങ്ങളുടെ പ്രഥമങ്ങളല്ലാതെ ഒരിക്കലും അക്ഷരങ്ങൾക്ക് ജീവൻ ഉണ്ടാവുകയില്ല. ഇതാണ് തൗഫീഖ് തരട്ടെ. ഇതാണ് നബിസത്തുമാല, ഇതാണ് ബദർമാല, ഇതാണ് ബദർ മൗലിദ്. 40ാമത്തെ വയസ്സിൽ മരിച്ചു മഹാകവി മൊയ്‌ൻകുട്ടി വൈദ്യർ. എത്രാമത്തെ വയസ്സ്? അപ്പോഴത്തിന് 18 ഭാഷ അറിയും. 18 ഭാഷ, ഇംഗ്ലീഷ് അടക്കം, ഫ്രഞ്ച് അടക്കം. എത്ര? 18 ഭാഷ. മഹാനെന്ന് പറയുന്ന വയസ്സൊന്നും ആയിട്ടില്ല. എത്രാമത്തെ വയസ്സിൽ മരിച്ചു? 40ാമത്തെ വയസ്സിൽ മരിച്ചു. ആരെ? മൊയ്‌ൻകുട്ടി വൈദ്യർ. എന്നിട്ടും നമ്മൾ പറയുന്ന വാക്യം മഹാകവി മൊയ്‌ൻകുട്ടി വൈദ്യർ. നാട്ടിലൊക്കെ കഴിഞ്ഞ എത്ര ആളുകൾ കൊടുത്തിട്ടുണ്ട്. എന്റെ മഹാന്മാരെ പകർത്താൻ ഒരു ദിശ കാണിച്ചു. ആരെ? മൊയ്‌ൻകുട്ടി വൈദ്യർ. അങ്ങനെ അദ്ദേഹം മഹാനായി. എത്രാമത്തെ വയസ്സിൽ മരിച്ച്? 40ാമത്തെ വയസ്സിൽ മൊയ്‌ൻകുട്ടി വൈദ്യർ മരിച്ച്. പ്രേമകാവ്യം മിത്താണ്, ഒരു നോവൽ. അപ്പൊ മനസ്സിൽ എഴുതണം. അപ്പോൾ പിന്നെ ബഹുമാനപ്പെട്ട കൊണ്ടോട്ടി സാദാത്തുക്കളിൽ നിന്ന് സമ്മതം വാങ്ങി. അവരിൽ നിന്ന് ബദരീങ്ങളെ പഠിച്ച് പിന്നെ ബദർമാരെ അപ്പോ ഈ 1.5 നൂറ്റാണ്ട് കാലം മലബാറിലെ ആത്മവീര്യത്തിന്റെ അടിസ്ഥാനം മൊയ്‌ൻകുട്ടി വൈദ്യരുടെ വടപ്പാട്ട് എന്ന സാഹിത്യശാല തന്നെ ഉണ്ടായി. അതിന്റെ ഉപജ്ഞാതാവ് ചേറ്റുവപ്പലി കുട്ടിയാണ്. ആദ്യത്തെ ചേറ്റുവപ്പലി കുട്ടിയാണ് ആദ്യത്തെ കവി. പടപ്പാട്ട് എന്താ പടപ്പാട്ട് പറയാൻ? പട ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പട നയിച്ചപ്പോൾ അവർക്ക് വീര്യം കൊടുത്തു. എന്ത് ആത്മവീര്യം മനസ്സിലായോ? അതെന്നെ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മഹാന്മാരുടെ ജീവിതം മനുഷ്യനെ ആത്മവീര്യം ഉണ്ടാക്കും. വഹാബികൾ പരിശുദ്ധ ഖുർആന്റെ ആത്മാവിനെ കൊന്നു. സുന്നികൾ ലോകത്ത് മുഴുവനും പരിശുദ്ധ ഖുർആന്റെ ആത്മാവിനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ توفنا مسلمين وألحقنا بالصالحين وادخلنا الجنة مع الأبرار يا عزيز يا غفار برحمتك يا أرحم الراحمين. എനിക്ക് വേണ്ടി
മരിച്ചു വേണ്ടി ഉമ്മാക്ക് ഉപ്പാക്ക് വേണ്ടി എല്ലാം നിങ്ങൾ ദ്വാ ചെയ്യണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും അതിന്റെ പ്രയോഗവൽക്കരണത്തിന്റെ മഹൽ ജീവിതങ്ങളെയും ഇനിയും നല്ല സദസ്സുകളിൽ നിന്ന് പരസ്പരം സംവദിക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിലോ മറ്റോ നിങ്ങളുടെ സ്ഥാനങ്ങളോടും മറ്റും യോജിക്കാത്ത വാക്കുകളും പ്രയോഗങ്ങളും ഉണ്ടാവും. അത് സദസ്സിന് ഉശിരി കൂട്ടാൻ വേണ്ടി പറയുന്ന പ്രയോഗങ്ങൾ മാത്രമാണ്. അതിനപ്പുറം ആർക്കും ഒരു വിഷമവും തോന്നരുത്. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും. ആദരണീയരായ സൈനികന്മാരെ, ബഹുമാനപ്പെട്ട ഉസ്താദുകളെ, നാട്ടുകാരെ, ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിൽ നമ്മുടെ SKSSന്റെ കർമ്മോത്സുകരായ പ്രവർത്തകന്മാർ മഹൽ ജമാഅത്തിന്റെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിക്കൊണ്ട് വളരെയേറെ സത്യസന്ധമായും അതുപോലെ തന്നെ കൃത്യനിഷ്ഠയോടുകൂടി നമ്മുടെ ടോക്കൺ വിതരണം, അതുപോലെ തന്നെ പള്ളിയിൽ ഷീറ്റ് വിരിച്ച് ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നിർവഹിക്കപ്പെട്ടതിനു വേണ്ടിയുള്ള ഉപഹാരമാണ് ഇവിടെ സമർപ്പിക്കപ്പെടുന്നത്. ഇതൊരു പലകത്തിൻ്റെ ഉപഹാരമാണെങ്കിലും അത് സന്തോഷപ്രദമാക്കുന്നതിന് വേണ്ടിയാണ് എങ്കിലും അതിലുപരി അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയുള്ള അവരുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയും അതിൻ്റെ ഗുണഫലങ്ങൾ അവർക്കും അവരുടെ കുടുംബത്തിനും മാതാപിതാക്കൾക്കും സമുദായത്തിനും ലഭ്യമാകും വിധം അള്ളാഹു എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയുമാറാവട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. വളരെ നല്ലൊരു സേവനമാണ് അവർ ചെയ്യുന്നത്. അവർ മഹൽ ജമാഅത്തിൻ്റെ നിർദ്ദേശം പാലിക്കുക മാത്രമല്ല, ഈ മഹൽ ജമാഅത്തിലെ അംഗങ്ങൾക്ക് COVID-19 പശ്ചാത്തലത്തിൽ ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന രീതിയിൽ അത് പകരാതിരിക്കാനും അത് പടർന്ന് പന്തരിക്കാതിരിക്കാനും വേണ്ടിയുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അവരത് നിർവഹിക്കപ്പെട്ടു. അത് എന്തുകൊണ്ടും അവർ അഭിനന്ദനീയമാണ്. കൂടുതൽ വാക്കുകൾ നിൽക്കുന്നില്ല. ഏതായിരുന്നാലും അൽഹംദുലില്ലാ ഇനിയും അവർക്ക് സേവനം ചെയ്യുവാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതുപോലെ തന്നെ വളരെ പ്രധാനമായും ഇന്ന് മജ്‌ലിസ് നൂറിനെ സദസ്സിൽ ദുആ ചെയ്യാൻ വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ ശബ്ദമായ അബ്ദുൽ സമദ് പൂക്കോട്ടൂർ സാഹിബ് ഇന്ന് ഞങ്ങൾ മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ വളരെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നതോടൊപ്പം സന്തോഷകരമായ ഒരു വാർത്ത പറയുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ബഹുമാനപ്പെട്ടവർ യോഗത്തിൽ വന്നുകൊണ്ട് സാധാരണ ഇല്ലാത്ത വിധം അല്പം മയങ്ങുക ഇരുന്നുകൊണ്ട് ഇങ്ങനെ പറയും. അപ്പൊ ചോദിച്ചു എന്താണ് പതിവില്ലാത്ത വിധം മയക്കം. അദ്ദേഹം പറയാൻ നിർബന്ധിതനായപ്പോൾ പറഞ്ഞു, ഞാൻ വലിയ സന്തോഷവാനാണ്. കാരണം എൻ്റെ ഉമ്മ സുഖമില്ലാതിരിക്കുകയാണ്. ട്യൂബ് ഇട്ടുകൊണ്ട് മൂത്രം പോകുന്നതും അതുപോലെ തന്നെ ബോധം കൃത്യമായി ഇല്ലാത്തൊരു സാഹചര്യവുമാണ്. അപ്പോൾ പകലൊക്കെ ഇങ്ങനെ 10 മണി വരെയൊക്കെ കാര്യങ്ങളൊക്കെ നീങ്ങും. പിന്നെ അത് കഴിഞ്ഞാൽ 2 മണിക്കൂർ വീതം ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ മകൻ, എൻ്റെ മകൻ്റെ ഭാര്യ, ഞങ്ങൾ 4 പേര് മണിക്കൂറുകൾ മാറി ഇരുന്നാണ് നേരം പഠിപ്പിക്കാറ്. അതുകൊണ്ട് ഇന്നലെ രാത്രി മകൻ്റെ ഊഴമായിരുന്നു. രാത്രി 2 മണി മുതൽ 4 മണി വരെ. സാധാരണ 4 മണിക്ക് ശേഷം സുബഹിന്റെ സമയം വരെയാണ് ഞാൻ രാത്രിയിലെ പരിപാടികൾ കഴിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഇന്നലെ മകന് സമയം കൂടുതലുള്ളതുകൊണ്ട് എനിക്ക് ഇരിക്കേണ്ടി വന്നു. അങ്ങനെ ഞാൻ നേരം വെളുക്കുന്നവരുള്ളത് കൊണ്ട് അത് കഴിഞ്ഞ് ഇപ്പോൾ പരിപാടിയിൽ വന്നു 3 യോഗം കഴിഞ്ഞാൽ ഞാൻ വരുന്നത്. അതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞതാണ്. അൽഹംദുലില്ലാഹ് ഞാൻ വലിയ സന്തോഷവാനാണ്. എൻ്റെ കുടുംബജീവിതമാണ് സംതൃപ്തിയാണ്. കാരണം എൻ്റെ മകൻ്റെ ഭാര്യ അവളും വലിയ സന്തോഷമാണ്. അവളുടെ വീട്ടിൽ അവളുടെ ആങ്ങളയുടെ ഭാര്യയെ പ്രസവത്തിന് കൊണ്ടുപോകാൻ വേണ്ടി ഉപ്പ വന്ന് ചോദിച്ചു. അപ്പോൾ
സാഹിബ് പറഞ്ഞു വീട്ടിൽ പോയിട്ട് വന്നോട്ടെ. പക്ഷേ അവള് പറഞ്ഞത്, അവളോട് പറഞ്ഞു സൗദ് സാഹിബ് നിങ്ങളോട് മോളെ പോയിട്ട് വരുന്നതല്ലേ നല്ലത്, എല്ലാവരും പോകുന്നതല്ലേ. എൻ്റെ ഉപ്പ ഞാനിപ്പോൾ അവിടെ പോയാൽ അവരെല്ലാവരും കാണാം, ഇത് പിന്നെയും കാണാം, പിന്നെ ഒരു ഭക്ഷണം കിട്ടും. പക്ഷേ എനിക്ക് എൻ്റെ വെല്ലുമ്മയെ നോക്കിയത് കൊണ്ടുള്ള സ്വർഗം കിട്ടാനും കാരണമാകും എന്ന് പറഞ്ഞുകൊണ്ട് അവർ പോയില്ല എന്ന് അതെനിക്ക് വലിയ സന്തോഷമായി. എൻ്റെ മകനും ഇതിനു വേണ്ടി മരുമകളും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് ഞാൻ അതീവ സന്തുഷ്ടനാണ്, സന്തോഷവാനാണ് എന്ന് പറഞ്ഞു. ഇതില്ല നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കളും നമ്മുടെ മരുമക്കളും നമ്മുടെ കുടുംബിനികളും എല്ലാവരും അതുപോലെ സ്നേഹവാത്സല്യരീതികളായ നമ്മുടെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന ശുശ്രൂഷിക്കുന്നവരായി മാറുകയും അതുവഴി സ്വർഗം പോകാനുള്ള സൗഭാഗ്യം ലഭിക്കുന്നവരുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ബഹുമാനപ്പെട്ടവർക്ക് വേണ്ടി, അവരുടെ ഉമ്മാക്ക് വേണ്ടി, ദുആശമനത്തിന് വേണ്ടി, അവരുടെ ആധിപത്യം നൽകാൻ വേണ്ടി നമുക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണമെന്ന് പറ്റുന്നതോടൊപ്പം ബഹുമാനപ്പെട്ട മറ്റൊരു എൻ്റെ സുഹൃത്താണ് ബഹുമാനപ്പെട്ട പിഴങ്ങോട് അബൂബക്കർ സാഹിബ്. ദീർഘനാളുകളായി കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. അൽഹംദുലില്ലാ ഇപ്പോൾ കുറച്ചൊരു ഭേദമുണ്ട്. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ ഡിസ്ചാർജ് ചെയ്യുമെന്ന് അറിയുന്നു. അദ്ദേഹത്തിൻ്റെ രോഗശമനത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അതുപോലെ താത്താൻ തുടങ്ങിയ സമസ്തയുടെ ഒരുപാട് കാര്യങ്ങൾ രോഗശയ്യയിലാണ്. അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നാട്ടിലെ ഒരുപാട് രോഗികളായ ആളുകളുണ്ട്, പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, സാമ്പത്തിക പ്രയാസമുള്ളവരുണ്ട്, കടം കൊണ്ട് വരഞ്ഞവരുണ്ട്, വീട് വെക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, കുട്ടികളെ കെട്ടിക്കാനുള്ള പ്രയാസമുള്ളവരുണ്ട്. ഇങ്ങനെ ദീർഘമായ ഒരുപാട് ആവലാതികൾ പറയുന്ന ഒരുപാട് ആളുകളുടെ മനസ്സ് ആരോട് പറയണമെന്ന് അറിയാതിരിക്കുന്നു. ഈ മജ്‌ലിസ്, ഈ ബദരീകളുടെ നാമം വെച്ചിരിക്കുന്ന ഈ മജ്‌ലിസ് ആ ദുആക്ക് പറ്റിയ മജ്‌ലിസാണ്. അൽഹംദുലില്ലാ. ഇതുപോലെ ഇനി ഇൻഷാ അല്ലാഹ് അങ്ങോട്ട് നമുക്ക് തുടർച്ചയായി ഈ മജ്‌ലിസ് നൂറിൻ്റെ സദസ്സുകൾ സംഘടിപ്പിക്കണം. അതിൽ വെച്ച് നമുക്ക് ദുആ ചെയ്യണം. നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സ്വാഗതം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.